അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ, അഭിഷേകം തരണേ, അഭിഷേകം തരണേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ, പുതിയൊരു സ്നാനം നൽകിയിടണമേ ഈ സമൂഹത്തിൽ. ഇറങ്ങി വന്നിടണേ പാവനാത്മാവേ, പുതിയൊരു സ്നാനം നൽകിയിടണമേ ഈ സമൂഹത്തിൽ. നിറഞ്ഞു കവിയണമേ, കത്തിജ്വലിക്കണമേ, ആത്മഫലങ്ങൾ ഞങ്ങളിൽ ഇന്ന് നീ നിറയ്ക്കണമേ. നിറഞ്ഞു കവിയണമേ, കത്തിജ്വലിക്കണമേ, ആത്മഫലങ്ങൾ ഞങ്ങളിൽ ഇന്ന് നീ നിറയ്ക്കണമേ. കണ്ണുകളടച്ച് ഈ ധ്യാനത്തിൻ്റെ ഈ സമാപന ദിവസം നമ്മൾ സ്വീകരിച്ച, നമ്മൾ കേട്ട വചനത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, വിടുതലിൻ്റെ എല്ലാത്തിൻ്റെ ആകെ തുക, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പൂർണ്ണമായിട്ടുള്ളൊരു രൂപം കർത്താവ് നമ്മളിലേക്ക് അനുഗ്രഹമായി, അഭിഷേകമായിട്ട് തരുന്ന ദിവസമാണ് അവസാന ദിവസമായി ഇന്ന്. സമർപ്പിക്കാം നമ്മളെ തന്നെ ഈശോയുടെ കരങ്ങളിലേക്ക്. ഈ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പരിശുദ്ധാത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ കുടുംബത്തിലും നമ്മളിലും വ്യക്തി ജീവിതത്തിലുമായി തീരുവാൻ ഉള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ ഭാരം ദൈവം നമ്മളിലുണ്ടായിരുന്നു. ദൈവം അത് നമ്മളിൽ നിന്ന് ഏറ്റെടുത്തു. ഏതൊക്കെയോ രോഗങ്ങൾ, തിന്മയുടെ കെട്ടുകൾ കർത്താവ് ഏറ്റെടുത്ത് നമ്മളെ സ്വതന്ത്രരാക്കി. നന്ദി പറയാം. കർത്താവിൻ്റെ ഒത്തിരി വെളിപ്പെടുത്തലുകൾ ഈ ധ്യാനാവസരത്തിൽ നമുക്ക് ലഭിച്ചു. നന്ദി പറയാം. സ്വർഗത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്തെന്നുള്ളത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. നന്ദി പറയാം. ദൈവം നൽകിയ വെളിപ്പെടുത്തലുകൾ അനുസരിച്ച് ഇനിയുള്ള ജീവിതത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുമെന്നൊരു ഉറപ്പ് ഈശോയ്ക്ക് നിങ്ങൾ വ്യക്തിപരമായിട്ട് കൊടുക്കുക. ഏതവസരത്തിലും ആത്മാക്കളെ നേടുവാൻ ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, അതിൻ്റെ ഇരട്ടി അഭിഷേകമായി എലീഷായിൽ നിറഞ്ഞതുപോലെ, ഏലിയായിൽ നിറഞ്ഞതുപോലെ ഞങ്ങളിലും നിറയ്ക്കണമേ എന്നീ സമയം പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമ്മയെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്ത് പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ. ആവേ 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 മരിയ, 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 ആവേ 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 മരിയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇരിക്കാം.
പ്രിയമുള്ളവരെ, ദൈവത്തിന് നന്ദി പറയാം. പുതിയൊരു പ്രഭാതം, പുതിയൊരു ദിവസം ദൈവം നമുക്ക് നൽകി. ദൈവത്തിൻ്റെ വലിയ കരുണയാൽ വീണ്ടും അനുതപിച്ച് ഈശോയോടുകൂടെ ആയിരിക്കുവാനും അവനെ ആരാധിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും ദൈവം അനുവദിച്ച ഈ ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം പരിശുദ്ധാത്മാഭിഷേകം കൈവെപ്പിലൂടെ സ്വീകരിക്കുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ ഇനിയൊരു ധ്യാനം നിങ്ങൾ കൂടുന്നത് വരെ, അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിലേക്ക്, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ധ്യാന ഹാളിലേക്ക് നിങ്ങൾ എത്തുന്നത് വരെ നിങ്ങളുടെ ജീവിതത്തെ നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ദിവസമാണ് ഓരോ ധ്യാനത്തിൻ്റെയും സമാപന ദിവസം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും നിങ്ങൾ സ്വീകരിച്ച വചനത്തെ, അല്ലെങ്കിൽ അഭിഷേകത്തെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ബോധ്യങ്ങളെ, അല്ലെങ്കിൽ ഇവിടെ നടന്ന വചനപ്രഘോഷണങ്ങൾ, പരിശുദ്ധ ബലി, ആരാധന, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിൻ്റെ വിഹിതത്തെ നിങ്ങളിന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ച് സ്വീകരിക്കുക. നിങ്ങളുടെ തലമുറകളിലേക്ക്, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക്, പാപകടങ്ങളുടെ ഇളവുകളിലേക്ക് ഇവിടെ പ്രസംഗിക്കപ്പെട്ട വചനത്തിൻ്റെ അഭിഷേകത്തെ നിങ്ങൾ ക്ലെയിം ചെയ്ത് സ്വീകരിക്കുക. അതുവഴി നിങ്ങളിൽ വലിയൊരു വിടുതലിനും ഒരു വ്യത്യാസം നിങ്ങൾക്കറിയാൻ പറ്റും. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ കൂടുതലും നിങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ക്ലെയിം ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക, അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസം നമ്മൾ ശ്രമിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17 മുതലുള്ള തിരുവചനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായം 17 മുതലുള്ള തിരുവചനമാണ്. അതിൽ വിളി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ വചനഭാഗമാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. വിളി അനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന വിളിയുണ്ട്. ചിലരുടെ ജീവിതത്തിൽ വിളിക്കുള്ളിൽ ഒരു വിളിയുണ്ട്. ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ അതൊരു വിളിയാണ്. അതിനകത്ത് ഒരൽമായൻ്റെ നമ്മൾ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അതും വിളിക്കുള്ളിലെ വിളിയാണ്. ഈ 2 ദിവസങ്ങളിലായിട്ട് രാത്രി ഏതാണ്ട് 2 മണി വരെ നമ്മളിവിടെ എല്ലാവരെയും കണ്ടു. പ്രിയമുള്ളവരെ, ഈ സമയത്തെല്ലാം കണ്ടുമുട്ടിയവരിൽ ഒത്തിരി പേരിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ, അതായത് ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനുള്ള, വചനം പ്രസംഗിക്കാനുള്ള, അനേകം പാപികളെ അവരുടെ പാപകരമായ അവസ്ഥയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഈശോയിലേക്ക് നയിക്കുവാനുള്ള കൃപയുള്ള ഒത്തിരി മക്കൾ ഈ ബാച്ചിലുണ്ട്. വ്യക്തമായിട്ട് കർത്താവ് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ഈ സമയം എടുക്കുന്നത്. ലാസ്റ്റ് ദിവസം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നത്? നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ, കർത്താവിന് വേണ്ടി നമ്മൾ വേല ചെയ്താൽ എന്ത് നമ്മൾക്ക് ലഭിക്കും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ? പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അവനെ തിരിച്ചറിഞ്ഞു നിങ്ങൾ എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു പ്രായത്തിൽ തന്നെ ദൈവത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു. സത്യദൈവത്തിൽ ജീവിക്കുന്ന പല മക്കളും ഈ സത്യദൈവത്തെ തിരിച്ചറിയാതെയാണ് കത്തോലിക്ക വിശ്വാസത്തിലായിരിക്കുന്നത്. പേരുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൽ കത്തോലിക്കൻ, അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള ലേബലിൽ മാത്രം ജീവിക്കുന്ന ഒത്തിരി പേരെ നിന്ന് വിഭിന്നമായി നമ്മൾ ഈശോയെ അറിഞ്ഞു. നമ്മൾ അറിഞ്ഞ ദൈവത്തിൽ ജീവിക്കാനുള്ള കൃപ നമ്മൾക്ക് ഉണ്ട്, നമ്മൾക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അറിഞ്ഞ ദൈവത്തിലേക്ക് അനേകം ആത്മാക്കളെ അടുപ്പിക്കണം. പരിശുദ്ധ മറിയം എവിടെയെല്ലാം അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ മരിയൻ അപ്പാരിഷൻസിലെല്ലാം പരിശുദ്ധ അമ്മ പറയുന്നത് പാപികളുടെ മാനസാന്തരം, ആത്മാക്കളുടെ രക്ഷ, ലോകസമാധാനം, ഈ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവർ, നമ്മളെപ്പോഴും പരിശുദ്ധമ്മയോട് മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് പ്രാർത്ഥിക്കാൻ കുഞ്ഞു മക്കളിലൂടെ അമ്മ ആഹ്വാനം ചെയ്തതിൻ്റെ ആ ഒരു കോള് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ പരിശുദ്ധമ്മയോട് മാധ്യസ്ഥം തേടുമ്പോൾ ഈ അമ്മ തന്നെ ഈ കുഞ്ഞു മക്കളിലൂടെ, ഫാത്തിമയിലും ലൂർദിലെല്ലാം ഈ അമ്മ തന്നെ ഈ കുഞ്ഞു മക്കളിലൂടെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന അമ്മ നമ്മളോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നമ്മളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുക. നമ്മളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയണം. നമ്മളിൽ ഓരോരുത്തരിലുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് പ്രകടമായാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളെ നേരിടാൻ, അതായത് നമ്മൾക്കെതിരെ വരാൻ തിന്മയുടെ ഒരു ശക്തിക്കും ലോകത്തിൻ്റെ ഒരു ആധിപത്യത്തിനും പറ്റില്ല. നമ്മളിൽ ഉള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്
കെടുത്തിയിട്ടിരിക്കുന്നതാണ്. നമ്മൾ കെട്ടുകിടക്കുകയാണ്. അതിനെ നമ്മൾ വളർത്തിയെടുക്കുക. അതിനെ നമ്മൾ എന്താ പറയുക, ഒരു തീ പിടിപ്പിച്ചെടുക്കണം. ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടണം. ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെടണം. നമ്മുടെ മുന്നിലുള്ളവരെ കുറിച്ച് ഈശോ നമ്മളോട് സംസാരിക്കണം. നമ്മൾ ആരെ കണ്ടുമുട്ടിയാലും അവരിലുള്ള ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ അളവെടുക്കാൻ നമുക്ക് പറ്റണം. അവർ ദൈവത്തിൽ നിന്നാണോ അല്ലെങ്കിൽ പൈശാചികതയാണോ സംസാരിക്കുന്നത്? ചെന്നായി ആട്ടിൻതോലിട്ട് വന്നാലും പ്രിയപ്പെട്ട ദൈവജനമേ മനസ്സിലാക്കാൻ പറ്റണം. കാരണം ഇത് അവസാന കാലഘട്ടമാണ്. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി സഭ ഒരുങ്ങുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹങ്ങൾ വഴിതെറ്റിപ്പോകുന്ന കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ വിശ്വാസ സമൂഹങ്ങൾ വഴിതെറ്റിപ്പോകുന്ന കാലഘട്ടമാണ്. നമ്മളെ വഴിതിരിച്ച് വിടും. സഭയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിച്ച് വിടും. സഭയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള പ്രേരണ നമുക്ക് തരും. മറ്റു വിശ്വാസങ്ങളെല്ലാം ശരിയാണ് എന്നുള്ള ബോധ്യം നമുക്ക് തന്നുകൊണ്ട് എല്ലാം ഓക്കെയാണ്, എല്ലാത്തിനോടും ഒരു കോംപ്രമൈസിങ് സ്പിരിറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക, എന്തിനോടും ചേർന്ന് പോകണം എന്നുള്ള ഒരു സൗഹാർദ്ദത്തിൻ്റെ സ്വരമൊക്കെ നമുക്ക് സമൂഹത്തിൽ നിന്ന് കേൾക്കാൻ പറ്റും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മനസ്സ് ഈശോയിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നിങ്ങളെ നയിക്കാൻ ഒരു ലീഡറിൻ്റെ ആവശ്യമില്ല. കാരണം അത് പരിശുദ്ധാത്മാവാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവിനെ പറ്റുള്ളൂ. ബാക്കിയുള്ളത് ആര് തന്നെയാണെങ്കിലും, എത്ര കൃപയിൽ നിൽക്കുന്നവരാണെങ്കിലും പ്രിയപ്പെട്ട ദൈവജനമേ, വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൃപയിൽ നിൽക്കുന്ന ആരുടെയെങ്കിലും അഭിഷേകം കണ്ടുകൊണ്ട് ആരുടെയും പുറകെ നിങ്ങൾ പോകരുത്. പകരം നിങ്ങൾ ഓടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് പുറകെയും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പുറകെയും അത് നിങ്ങളോട് സംസാരിക്കുവാൻ നിങ്ങളെ ഒരുക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുവാൻ നിങ്ങളുടെ ആത്മശരീരങ്ങളെ നിങ്ങൾ വിശുദ്ധീകരിച്ച് ഒരുക്കി പ്രാർത്ഥിക്കുക. അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നുകൊണ്ടിരിക്കും. ഇവൻ ഞങ്ങൾക്ക് തരുന്നത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾക്കും കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നിങ്ങൾ നിങ്ങളുടെ വഴികളെ ക്രമപ്പെടുത്തണം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്ത് ഈശോയ്ക്ക് വേണ്ടി തന്നെ നിങ്ങൾ നിലകൊള്ളണം. നിങ്ങളുടെ നിങ്ങൾ സംസാരിക്കുന്നതിൽ മിതത്വം പാലിക്കണം. ഒത്തിരി സംസാരിച്ച കൃപ നഷ്ടപ്പെടും. ഒത്തിരി സംസാരിക്കരുത്, നമ്മളുടെ കൃപ നഷ്ടപ്പെടും. അളന്നു തൂക്കി സംസാരിക്കണേ പ്രിയപ്പെട്ടവരെ. അവസാനം നമ്മൾ ഇതിനെല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസം വന്നു ചേരും. ആ ദിവസത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കും. നമ്മൾ സംസാരം ഈശോയോട് തന്നെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസത്തിൽ ദൈവവുമായിട്ട് പ്രാർത്ഥിക്കാനല്ല ഞാൻ പറയുന്നത്, ദൈവവുമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മണിക്കൂർ സമയം ദൈവത്തിന് നിങ്ങൾ അനുവദിക്കണം. ദൈവം തയ്യാറായി നിൽക്കുന്ന ദൈവത്തിന് നമ്മളെ തിരക്കിൽ ഓടുമ്പോൾ ദൈവത്തിന് സമയം കൊടുക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈശോയ്ക്ക് നിങ്ങൾ സമയം കൊടുക്കുക. അവന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്ക് തിരിച്ചും പല കാര്യങ്ങളും ദൈവത്തോട് പറയാനുണ്ട്. എല്ലാം അവൻ അറിയുന്നുണ്ടെങ്കിലും ഒരു സംസാരത്തിൽ ബന്ധങ്ങൾ കൂടുതൽ ബലപ്പെടും. പ്രാർത്ഥനയിൽ ദൈവത്തെ നമ്മൾ യഥാർത്ഥത്തിൽ അകറ്റിയാണ് നിർത്തുന്നത്. കാരണം കർത്താവിനെ സ്വർഗത്തിൽ കയറ്റി ഇരുത്തിയിരിക്കുക. നമ്മൾ അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. അത് ഒരു പരിധിവരെ ആവശ്യമാണ് ആരാധന ദൈവത്തിന്. പക്ഷേ അതിനപ്പുറത്തേക്കൊരു ബന്ധം, വിശുദ്ധരും ദൈവവുമായിട്ടുണ്ടായിരുന്ന ഒരു ബന്ധം, ആ ബന്ധം ഉണ്ണീശോ അന്തോനിസിൻ്റെ കയ്യിലായിരിക്കണത് മറക്കരുത്. ഞാൻ ഉണ്ണീശോയാണ്, ഞാൻ ലോകത്തുള്ളൊരു വ്യക്തിയുടെ കയ്യിലേക്ക് വരില്ല എന്ന് ദൈവം തീരുമാനമെടുക്കുന്നില്ല. ഉണ്ണീശോ അന്തോനിസിൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതേ ദൈവം നമ്മുടെ ഉള്ളം കയ്യിൽ ഈശോയുണ്ട്. നമ്മളെ ദൈവം ഉള്ളം കയ്യിൽ കാക്കുന്നത് പോലെ ഞാനൊന്ന് കരം വിരിച്ചു പിടിച്ചാൽ എൻ്റെ കരത്തിനുള്ളിൽ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിൽ ദൈവവുമായി അത്രയും ക്ലോസ് ആവണം നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും സപ്പോർട്ടോ പുറമേ നിന്ന് നിങ്ങൾക്ക് തരുന്ന ഏതെങ്കിലും ഗൈഡൻസോ അതിനപ്പുറത്തേക്ക് ദൈവവുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു സാധ്യത എല്ലാ ദിവസവും ഉണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന സ്വീകരിക്കുക, ദിവസവും മുടങ്ങല്ലേ. കാരണം ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണവുമാണ് ശുദ്ധീകരണ സ്ഥലത്തെ നമ്മുടെ കാലയളവുകൾ കുറയ്ക്കുന്നത്. അത് മുടക്കിക്കൊണ്ട് നിങ്ങൾ എത്ര ധ്യാനം കൂടിയിട്ട് ഒരു കാര്യമില്ല. പരിശുദ്ധ കുർബാന മുടങ്ങരുത്. പരിശുദ്ധ കുർബാനയിലാണ് സകലതും. ഏറ്റവും വലിയ ആരാധനയും പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയാണ്. അത് മുടങ്ങരുത്. കാരണം ഈശോ
നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതിനേക്കാൾ ഞാൻ യേശുവിൽ ലയിക്കുന്ന സമയമാണ് പരിശുദ്ധ കുർബാന. നാവിൽ ഈശോയെ സ്വീകരിക്കുകയല്ല, ഈശോ എന്ന് പറയുന്ന സത്യദൈവത്തിലേക്ക് ഞാൻ ലയിച്ചു ചേരുന്നതാണ് പരിശുദ്ധ കുർബാന. ഞാൻ സ്വീകരിക്കാൻ നാവ് നീട്ടി ചെന്ന് നിൽക്കുന്ന യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ, അതിനപ്പുറത്തേക്ക് അവൻ്റെ പീഡാസഹനങ്ങളിലേക്കും അവൻ്റെ രക്ഷാകര ചരിത്രത്തിലേക്കും അവൻ്റെ കാലിത്തൊഴുത്ത് മുതൽ ഗാഗുൽത്തായിലെ കുന്തമുന വരെയുള്ള ദൈവിക ജീവിത ആ ഒരവസ്ഥയിലേക്ക് ഞാൻ പൂർണ്ണമായിട്ട് എന്നെ ചേർക്കുന്നത് എന്തിലാണോ അത് പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ്. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടാനുള്ള ഒരു സാധ്യതയാണ് അവിടെ എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ദൈവം. പക്ഷെ നമ്മൾ അവനെ സ്വീകരിക്കാൻ നമ്മളിങ്ങനെ നമ്മൾ ഒരുക്കിക്കൊണ്ടുപോയി നമ്മളെ നിർത്തിയിരിക്കുക. ഒരു ഡമ്മി കണക്കെ, ഒരു തുണിക്കടയിൽ ഈ ഡ്രസ്സ് ഉടുപ്പിച്ചിരുത്തിയിരിക്കുന്ന ഒരു ഡമ്മി കണക്കെ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തും. ഈ പരിശുദ്ധ കുർബാന മുഴുവൻ കൂടി അവിടെ നിന്ന് പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി നിർത്തി. ഇതല്ല കുർബാന. ലയിച്ചു ചേരണം, അതുമായിട്ട് കൂടിച്ചേരണം, ഒന്നാവണം. യേശുവിൽ ഒന്നാവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ഏറ്റവും വിലയേറിയ ഒരു മുഹൂർത്തമാണ് പരിശുദ്ധ ബലി. ആ 1 മണിക്കൂർ സമയം ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ എന്നോട് ഒരു സഹോദരൻ ഡൗട്ട് ചോദിച്ചതിനെ പറ്റി ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു. എന്താണ് യേശു, എന്താണ് ക്രിസ്തു എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയണേ എന്ന് പറഞ്ഞിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനത് ഇവിടുത്തെ മറ്റു ഡോക്ടറുകളിൽ ഞാനതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന് ലോകത്തിലേക്ക് വരാനുള്ള ശരീരമാണ് യേശു. ഹല്ലേലൂയ. ക്രിസ്തു എന്ന് പറയുന്ന ദൈവത്തിന് ലോകത്തിലേക്ക് വരാനുള്ള ശരീരമാണ് യേശു. യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനുമാണ്. ഗാഗുൽത്തായിൽ അവൻ എത്തുന്നതിന് മുമ്പ് ഗത്സമേനിയിൽ യേശു പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണം. ഉടനെ ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറട്ടെ. രണ്ടും രണ്ടായിട്ടുള്ള പ്രാർത്ഥന. മാനുഷികതയിൽ ഈ സഹനത്തെ ഏറ്റെടുക്കാൻ, അല്ലെങ്കിൽ മാനുഷികമായി ഉള്ളൊരു ചിന്ത അവിടെ വരിക. 5 അപ്പം 5000 പേർക്ക് വിഭജിച്ചു കൊടുക്കുമ്പോഴും യേശു പറയുന്നുണ്ട്, ഇവർക്കെല്ലാം ഭക്ഷണം എവിടെ നിന്ന് കൊടുക്കും? പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ക്രിസ്തു പറയുന്നുണ്ട് ഇവരെ എല്ലാവരെയും ഭക്ഷണത്തിന്. ലാസറിനെ ഉയർപ്പിക്കുന്ന വേളയിലും യേശു കരയുന്നുണ്ട്, ക്രിസ്തു പറയുന്നുണ്ട്, ലാസറെ നീ പുറത്തു വാ. ഇങ്ങനെ 4 സുവിശേഷങ്ങളെടുത്ത് ക്രിസ്തുവിൻ്റെ പ്രഘോഷണങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ ഒരു താരതമ്യത്തെ നമുക്ക് കാണാൻ പറ്റും. ഇത് തന്നെയാണ് നമ്മളും. നമ്മുടെ ഫിസിക്കൽ ബോഡി യേശുവാണെങ്കിൽ നമ്മുടെ ആത്മശരീരം ക്രിസ്തുവാണ്. എൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഞാൻ ശരീരത്തെ സ്വീകരിച്ചു. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കെല്ലാം 2 വീതമുണ്ട്. അപ്പൻ്റേത് വലതുഭാഗവും എൻ്റെ വലതുഭാഗം എൻ്റെ അപ്പൻ്റേതും നമ്മളുടെ എല്ലാവരുടെയും ഇടതുഭാഗം അമ്മയുടേതുമാണ്. അപ്പോൾ എൻ്റെ ഇടതുഭാഗത്തൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നൊരു കാര്യമാണ്. ഇടതുഭാഗത്ത് ഏതെങ്കിലും വ്യക്തി വരുമ്പോൾ, ബ്രദറെ സ്ട്രോക്ക് വന്നു, എനിക്ക് ഇങ്ങനെ വന്നു, എനിക്ക് ആക്സിഡൻറ്റ് പറ്റി, ഞാൻ ഏത് വശമാണ്, എവിടെയാണ് കൂടുതൽ ഡാമേജ്? പറയും വലതുവശത്താ, ഇടതുവശത്താ. അപ്പോൾ ഈ ഭാഗം വെച്ചിട്ട് ഞാൻ പറയും, അപ്പന് വേണ്ടി പ്രാർത്ഥിക്കണം, അപ്പൻ്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയുമായിട്ട് വെറുപ്പുണ്ടോ, അമ്മയുമായിട്ട് ദേഷ്യമുണ്ടോ, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അപ്പം തന്നെ പറയുണ്ട്. നമ്മുടെ വലതുഭാഗം അപ്പൻ്റേത്, നമ്മുടെ ഇടതുഭാഗം അമ്മയുടേതുമാണ്. ഈ നിങ്ങളെടുത്തേ രണ്ട് കൈ, 2 കാല്, 2 കിഡ്നി, 2 മൂക്ക്, 2 കണ്ണ്, 2 കാത്, എല്ലാം ദൈവം ഈ 2 വീതം തന്നിട്ടുണ്ട്. എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒന്നേ ഉള്ളൂ, എൻ്റെ ഹൃദയവും എൻ്റെ അധരവും എൻ്റെ സെക്ഷൽ ഓർഗണും. ഇത് ഞാൻ അടുത്ത തലമുറയിലേക്ക് കൊടുക്കാൻ ദൈവം എന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ എനിക്ക് തന്നിരിക്കുന്നതാണ്. അവിടെ എൻ്റെ പാപങ്ങൾ എൻ്റേത് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ഈ ശരീരത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം ആത്മാവിനെ അയച്ചു. ഞാൻ ജീവനുള്ളവനായി തീർന്നു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ളവനായി ഞാൻ ഫോം ചെയ്തു. ഈ ഫോം ചെയ്ത ഞാൻ അപ്പൻ്റെയും അമ്മയുടെയും തലമുറകളെ എന്നിൽ വിശുദ്ധീകരിച്ച് അവരുടെ കെട്ടുകൾ അഴിക്കാൻ ഈ ലോകത്തിലേക്ക് എന്നെ ദൈവം തിരഞ്ഞെടുത്ത് അയച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മുടെ തലമുറകളിൽ പാപത്തിൻ്റെ കെട്ടുകളുണ്ട്, നമ്മുടെ തലമുറകളിൽ ബന്ധനങ്ങളും കെട്ടുകളെല്ലാം ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരു വിഹിതം, അമ്മയിൽ നിന്നൊരു വിഹിതം ഞാൻ സ്വീകരിച്ച് ജന്മം കൊണ്ടു. ഞാൻ ഒരമ്മയ്ക്കും ഒരപ്പനും എത്ര മക്കളുണ്ടോ അതനുസരിച്ച് അവരുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടും. പക്ഷേ ഇന്ന് ഒന്നിൽ എല്ലാവരും അവസാനിപ്പിക്കുമ്പോൾ അതല്ല, അങ്ങനെയല്ല. അവരുടെ തലമുറകളിൽ കെട്ടുകൾ കൂടുതലാണ്. ഒത്തിരി മക്കൾ നിങ്ങളുടെ തലമുറകളിൽ നിങ്ങളിലുണ്ടോ? പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ തലമുറകളുടെ കെട്ടുകൾ ഈ മക്കളിലൂടെ അഴിക്കാൻ സ്വർഗത്തിനറിയാം.
സ്വർഗത്തിനറിയാം. പക്ഷെ നമ്മൾ ഈ മക്കളെ വളർത്താനുള്ള ചെലവും അവരെ നോക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അതുവഴി മക്കളില്ല, ഇന്ന് പല കുടുംബങ്ങളിലും മക്കളില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, നമ്മളിലുള്ള അപ്പൻ്റെ അമ്മയുടെയും വിഹിതമാണ് ഈ ശരീരമെങ്കിൽ അവർ ഒന്നായപ്പോൾ അവരിൽ നിന്ന് ഞാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അമ്മയുടെ ഉദരത്തിൽ 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ കഴിച്ചുകൂട്ടിയ 9 മാസവും 9 വൃന്ദം മാലാഖമാരുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ 9 തരം സഹനങ്ങളാണ് അവൻ നേരിടാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 9 മാസക്കാലം ഒരു കുഞ്ഞൊരു അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അവിടെ ഒരു ഫോർമേഷൻ കാലഘട്ടമാണ് ഈ കുഞ്ഞിനെ സംബന്ധിച്ച്. ഈ 9 മാസം അമ്മ എന്ത് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നുവോ കുഞ്ഞ് ജനിച്ച് ജീവിച്ചു വരുന്നത് ആ അവസ്ഥയിലായിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, കുഞ്ഞ് അമ്മയുടെ പ്രാർത്ഥനയോടും അമ്മയുടെ കണ്ണുനീരിനോടും കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ 9 മാസക്കാലം കുഞ്ഞ് ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ അമ്മയോട് സംസാരിക്കുന്നുണ്ട്, അമ്മയോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് കുഞ്ഞിലുള്ളത് കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ആത്മാവിൽ അതിൻ്റെ അകത്തൊരു പാപത്തിൻ്റെ കളങ്കമില്ലാത്തൊരവസ്ഥയിൽ ഈ കുഞ്ഞ് ഈ അമ്മയുടെ ഉദരത്തിലായിരിക്കും. ഈ അമ്മയ്ക്ക് ക്ലെയിം ചെയ്തെടുക്കാം ഈ കുഞ്ഞിലുള്ള വിശുദ്ധിയെ, ഈ കുഞ്ഞിലുള്ള പാപമില്ലാത്തൊരവസ്ഥയെ. ഉത്ഭവ പാപം ഒഴികെ മറ്റൊന്നും ആ കുഞ്ഞിലില്ല. അവിടെ ഈ അമ്മയ്ക്ക് എൻ്റെ നിന്നും എൻ്റെ ഹസ്ബൻഡിൽ നിന്നും എൻ്റെ തലമുറകളിൽ നിന്നും കർത്താവ് ഈ കുഞ്ഞിന് നീ ജന്മം കൊടുക്കുമ്പോൾ ഇവനിലൂടെ ഞങ്ങളുടെ തലമുറകൾ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ഈ അമ്മ, ഈ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ കുഞ്ഞമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്താണ്. അവിടെ ഈ കുഞ്ഞിനോട് കുഞ്ഞിനോട് പറയണം, നീ ദൈവത്തോട് മധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കാൻ. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തലമുറകളുടെ കെട്ടുകൾ അഴിക്കാൻ കുഞ്ഞിനെ പഠിപ്പിച്ചു വിടാൻ ഓരോ മാതാപിതാക്കൾക്കും ഒരു ചാൻസ് ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് അതൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. അവരതെല്ലാം തട്ടിക്കളയുക. ഇതിനെങ്ങനെയെങ്കിലും ഒന്ന് പെറ്റ് വളർത്തണം, അതാണ് ചിന്ത, അതല്ല ജീവിതം. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെ നമ്മളിലേക്ക് കടന്നു വന്ന യേശു ക്രിസ്തു 2 തലത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ യേശു എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡിയും ക്രിസ്തു എന്ന് പറയുന്ന സ്പിരിച്വൽ ബോഡിയും എന്നിൽ സമന്വയിച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ ആത്മശരീരവും നമ്മുടെ ഭൗതിക ശരീരവും. അപ്പോൾ ഞാൻ എൻ്റെ ഫിസിക്കൽ ബോഡിയിൽ ചെയ്യുന്ന പാപങ്ങളൊന്നും എന്നിൽ മാത്രം നിൽക്കുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. തലമുറയിൽ കെട്ടുകളും ശാപങ്ങളും തലമുറയിൽ ബന്ധനങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളിൽ പാരമ്പര്യ രോഗങ്ങളും ഉണ്ടാകും. നിങ്ങളിൽ പാരമ്പര്യ രോഗങ്ങളുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, തലമുറകൾ ഇനിയും വിശുദ്ധീകരിക്കപ്പെടാനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയവരെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവരുടെ ജീവിതത്തിൽ രോഗങ്ങളും അസ്വസ്ഥതകളും മാറില്ല. പ്രിയപ്പെട്ടവർ, മരിച്ചാൽ അത് ഈശോയ്ക്കുള്ളതാണ്. വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അവിടെ ദൈവത്തിന് പൂർണ്ണമായൊരു സമർപ്പണം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും. നമ്മൾ ഏത് ഭവനത്തിൽ ഏത് ജീവിതാവസ്ഥയിലേക്ക് വരുന്നുവോ, ഏത് ദേശത്ത് ദൈവം നമുക്ക് ജന്മം നൽകിയോ ആ ദേശത്തിൻ്റെ മണ്ണിനോട് ചേർന്നേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. ആ ദേശത്തിൻ്റെ മണ്ണിലെ നമ്മളുടെ വേര് പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം നമ്മളെ ആ ദേശത്ത് ജനിക്കാൻ, അവിടെയുള്ളൊരു മാതാപിതാക്കളിൽ ജനിക്കാൻ ദൈവം അനുവദിക്കുന്നത്. നമ്മൾ പല സ്ഥലങ്ങളും പല ദേശങ്ങളും പല രാജ്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഇവിടെ ജനിച്ചാൽ മതിയായിരുന്നു, ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്വന്തം നാട്ടിൽ ജനിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല, ഈ മാലിന്യത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജനിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മൾ ഇവിടെ ദൈവം ഈ ഒരു ദേശത്ത് നമ്മളെ കൊണ്ടുവന്ന് ഈ ഒരു നാട്ടിലുള്ള ഈ മലയാളികളായ ദമ്പതികളുടെ മകനായി ജനിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഏറ്റവും കൂടുതൽ പരിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ധ്യാന കേന്ദ്രങ്ങളുള്ള, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ അറിയാവുന്ന എന്നാൽ പ്രാർത്ഥിക്കാത്ത ജനങ്ങളുള്ള ഈ ഒരു ദേശത്ത് ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നമ്മളിലേക്കൊരു അഭിഷേകത്തെ സ്വീകരിക്കാനായിട്ട് ദൈവം നമ്മൾക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മളത് ഉപയോഗിക്കുക. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരു പള്ളി കാണാൻ പറ്റും. നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ കേരളത്തിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഏത് ഡയറക്ഷനിൽ പോയാലും നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയുടെ മുന്നിലെത്തും. അതാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയൊരു സംരക്ഷണത്തിന് കീഴിലാണ് കേരളത്തിലുള്ള മൊത്തം ജനങ്ങളും ആയിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഒരു വലിയ സംരക്ഷണത്തിന് കീഴിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിൻ്റെ വില അറിയുന്നില്ല. നിങ്ങൾ ഓരോ ധ്യാനങ്ങൾ കൂടി നിങ്ങളൊന്നും ആയി തീരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം നിങ്ങൾ ധ്യാനങ്ങളിലെല്ലാം
കേൾക്കുന്നത് കേട്ട് അവിടെ നിന്ന് പോകുമ്പോൾ അതൊന്നും കാതിലില്ല, പിന്നെ ലോകത്തിൻ്റേത് കേൾക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ മാത്രം വചനത്തിൻ്റേത് കേട്ട് ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ലോകത്തിൻ്റേത് കേൾക്കുമ്പോൾ ആദ്യം കേട്ട വചനം അതിലെല്ലാം നിർവീര്യമായി ഒരു ആസിഡ് അഴുക്കിൽ വീണതുപോലെ അതിങ്ങനെ ഇളകി പോവുക. അവിടെ ഒന്നും നിൽക്കുന്നില്ല. ഓരോ ധ്യാനത്തിലും പുതിയ ടോപ്പിക്സ്, പുതിയ തോട്ട്സൊക്കെ നിങ്ങൾക്ക് സ്വർഗം തരുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങളിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഷുവറാണ്. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ കാണുമ്പോഴും ചോദിക്കാം, അന്ന് അങ്ങനെ ബ്രദർ പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കും. പല സ്ഥലത്തും ധ്യാനിപ്പിച്ച് എത്രയോ ധ്യാനങ്ങൾ ഇതിനോടകം ഈശോ തന്നിട്ടു കഴിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നാളെ മുതൽ അടുത്ത സ്ഥലത്തേക്ക് ഓടുക. നാളെയല്ല, മറ്റന്നാൾ വിദേശത്താണ്. 3-ാം തീയതി വരെ വിദേശത്താണ്. മറ്റന്നാൾ തുടങ്ങും. അപ്പോൾ നാളെ ഒരു ദിവസം ഇനി റെസ്റ്റ് ഉള്ളൂ. ബാക്കി ഇനി അടുത്ത ഓട്ടോ. അങ്ങനെ ധ്യാനങ്ങൾ പലതും ചെയ്ത് വരുമ്പോഴും ഞാൻ ഓർക്കും ഇവരൊക്കെ എല്ലാം നന്നാക്കി ഞാൻ വരികയെന്ന്. ഒന്നുമില്ല. പിന്നെ കാണുന്നത്, ഞാനൊരു ദിവസം ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ അവിടെ ധ്യാനിക്കാൻ എന്നെ ഓൾട്ടറിൽ സഹായിച്ചൊരു വ്യക്തിയെ ഞാൻ കാണുക. വിദേശത്ത് വെച്ച്, നാട്ടിലല്ലായിരുന്നു, വിദേശത്ത് ധ്യാനിപ്പിച്ച സമയത്താണ്. അപ്പോൾ ഈ വ്യക്തിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തത്. സ്തുതിപ്പിന് പ്രൈസ് ഞാൻ ഒറ്റയ്ക്കാണ്, വൺ മാൻ ഷോയാണ്. അറിയാമല്ലോ, കഥയും തിരക്കഥയും സംഭാഷണം സംവിധാനം പോസ്റ്റ് ഒട്ടിക്കലും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഓൾട്ടറിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഭയങ്കര സ്തുതിപ്പും ഭാഷാവര എടുത്തിട്ട് അലക്കുക. ഇങ്ങനെ നിന്ന് സ്തുതിച്ച വ്യക്തിയും ഞാൻ രണ്ടാമത് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ചെന്നു. അത് ഈ വ്യക്തി അറിഞ്ഞില്ല. അത് ധ്യാനിപ്പിക്കാനല്ല, ഞാൻ മറ്റൊരാവശ്യത്തിന് വേണ്ടി അവിടെ ചെന്നതാണ്. അവിടെ ചെന്ന് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. എയർപോർട്ടിൽ നിന്ന് എൻ്റെ റൂമിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്കൊരു ചായ കുടിക്കാം, എനിക്ക് ചായ ഇടയ്ക്ക് കിട്ടണം. അപ്പോൾ ഞാൻ അവിടെ നിർത്തി ഒരു സ്ഥലത്ത് ചായ കുടിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ബാറിൽ നിന്നൊരു വ്യക്തി ഇറങ്ങി വരിക. ഒരു ബാർ ഹോട്ടലിൽ നിന്ന് 2 വിട്ട് ഇങ്ങനെ ഈ ഒരു സംഭവം കാണിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നെ സഹായിച്ച മനുഷ്യനാണ്. അപ്പോൾ ഞാൻ വിളിച്ചു, മനസ്സിട്ട് എന്നെ ഓർമ്മയുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞെട്ടിപ്പോയി. ഇദ്ദേഹത്തിന് നേരെ നിൽക്കാൻ പറ്റുന്നില്ല, ആടുക. പ്രിയമുള്ളവരെ, നമ്മൾ പ്രഘോഷിച്ച, നമ്മൾ കൊടുത്ത വചനമൊന്നും നിലനിൽക്കുന്നില്ല. കാരണം ലോകത്തിൻ്റേതായിട്ടുള്ളതെല്ലാം സ്വീകരിക്കുക. നിങ്ങളുടെ മുൻപിൽ പ്രാർത്ഥന അഭിനയിക്കുന്നവരാരെയും നിങ്ങൾ വിശ്വസിക്കരുത്. പ്രാർത്ഥിക്കുന്നതെല്ലാം നല്ലതെന്ന് നിങ്ങൾ പറയരുത്. ഒരാളെക്കുറിച്ചും അവരുടെ പ്രാർത്ഥന കണ്ടിട്ട് അവർ ഓക്കെയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. വഴി തെറ്റിക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ടതും നിങ്ങൾ ആശ്രയിക്കേണ്ടതും ത്രിയേക ദൈവത്തിൽ മാത്രമായിരിക്കണം. അത് വിശുദ്ധരുടെ മാധ്യസ്ഥം വഴിയായിരിക്കണം, മാലാഖമാരുടെ കാവലിനോട് ചേർന്നായിരിക്കണം, പരിശുദ്ധ ബലി വഴിയായിരിക്കണം, പരിശുദ്ധ അമ്മ വഴിയായിരിക്കണം. മറ്റുള്ളത് എത്ര നല്ലത് കണ്ടാലും വിശ്വസിക്കരുത്. ആരിലും ആശ്രയത്വം വയ്ക്കരുത്. ആശ്രയത്വം പൂർണ്ണമായി ത്രിയേക ദൈവത്തിൽ മാത്രമേ ആശ്രയത്വം വയ്ക്കാൻ പാടുള്ളൂ. അത് എന്നും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ടാകും. ലോകം മുഴുവൻ വീണാലും നിങ്ങൾക്ക് പേടിയുണ്ടാവില്ല. കാരണം നിങ്ങളുടെ ആശ്രയത്വം ദൈവത്തിൽ മാത്രമാണ്, ലോകത്തിലുള്ള ഏതെങ്കിലും വ്യക്തികളിലോ അല്ല. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇന്നലെ തന്നെ ഇവിടെ ഒരു കുടുംബം ഇന്ന് കുട്ടിയുടെ എക്സാം ആണെന്ന് പറഞ്ഞ് ഇന്നലെ എന്നോട് ചോദിച്ചു പോയി, ഇന്ന് മോൻ എക്സാം ഉണ്ട് ബ്രദറെ, ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പോയിക്കോ, കുഴപ്പമില്ല. ഞാൻ തിരക്കിനിടയിലായതുകൊണ്ട് ഞാൻ പോയിക്കോ, ഞാൻ പറയുന്നത് പ്രാർത്ഥിച്ച് നോക്കിയില്ല. ഇന്നാണ് ആ എക്സാം എന്താണെന്ന് ഞാൻ അറിഞ്ഞിരുന്നത്. കരാട്ടയുടെ ടെസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ഫൈനൽ ബ്ലെസ്സിങ് പോലും നിൽക്കാതെ എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അവരുടെ ആവശ്യം കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. അപ്പോൾ വചനമൊന്നും അവർക്ക് വേണ്ട. പ്രിയമുള്ളവരെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും കേട്ടിട്ടും ഇത്രയേ സ്വീകരിച്ചിട്ടുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ചിന്തിക്കണം, നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു വ്യക്തമായിട്ടുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണേ. സാത്താൻ അവൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് അവൻ നമ്മുടെ മുന്നിലുണ്ട്. ഈവിൾ സ്പിരിറ്റ്, നിങ്ങൾക്കറിയാം, പൈശാചികതയുടെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് സ്പിരിറ്റാണ്, ഈവിളല്ല. ഇവൾ എന്ന് പറയുന്നത് പിശാചാണെങ്കിൽ ഇവൾ സ്പിരിറ്റ് അവൻ്റെ ആത്മാവാണ്. അതായത് എന്നെ പാപത്തിലൂടെ നയിക്കുന്നത് ഒരിക്കലും ഈവിളല്ല, ഇവൾ സ്പിരിറ്റാണ്. ഇവൾ സ്പിരിറ്റ് എനിക്ക് ടെംപ്റ്റേഷൻ തരുള്ളൂ. എന്നെ പാപത്തിലേക്ക് നയിക്കാനുള്ള ടെംപ്റ്റേഷൻ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഈവിൾ സ്പിരിറ്റാണ്, ഈവിളല്ല. ഈ സ്പിരിറ്റ് എന്നെ കൺട്രോൾ ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് എന്നെ നയിക്കുന്നത് പോലെ സാത്താൻ്റെ ആത്മാവുണ്ട്, ഈവിൾ സ്പിരിറ്റുണ്ട്. അതെന്നെ ഇങ്ങനെ പാപത്തിലൂടെ നയിക്കാൻ ടെംപ്റ്റേഷൻ തന്നുകൊണ്ട് പാപം ചെയ്യാനായിട്ട് എന്നെ പ്രഷർ തരുന്ന ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. ഈ സ്പിരിറ്റ് എന്നെ കൺട്രോൾ ചെയ്ത് അവസാനം ഞാൻ പാപം ചെയ്യുകയാണ്. ഞാൻ പാപം ചെയ്യുമ്പോൾ എനിക്കുണ്ടാകുന്നതാണ് ഈവിൾ അറ്റാക്ക്. അവിടെയാണ് ഞാൻ പോസസ്ഡ് ആകുന്നത്. ഈവിൾ അറ്റാക്ക് അപ്പോഴാണ് എനിക്ക് കിട്ടുന്നത്. ഈവിൾ വേറെയാണ്, ഈവിൾ സ്പിരിറ്റ് വേറെയാണ്.
ഇത് നമ്മളെ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. ഇത് നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ശരീരത്തിലും പാപത്തിൻ്റെ അംശം നിക്ഷേപിക്കാൻ അതിന് പറ്റും. നമ്മുടെ ആത്മാവിനെ തൊടാൻ ഒരു സാത്താനും അതിൻ്റെ ശക്തികൾക്കോ പറ്റില്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിനെ, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യമാകുന്ന ആത്മാവിനെ ഒരു സാത്താനും അതിൻ്റെ അതോറിറ്റി സ്വർഗം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സേഫാണ് എപ്പോഴും. പക്ഷെ നിങ്ങൾ ആ ബോധ്യത്തിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. ദൈവം പറയുന്നത് ആത്മാക്കളെ നേടണം, ആത്മരക്ഷ, ആത്മഭാരം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ആത്മാവിനെയാണ് തിരിച്ചു പോകേണ്ടത്. ആത്മാവാണ്. നമ്മുടെ മനസ്സും ഹൃദയവും ശരീരവും ഒന്നുമല്ല. നമ്മൾ ഒരു പാപം ചെയ്യാൻ നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. ഹല്ലേലൂയ. നമ്മുടെ പേഴ്സണൽ ലൈഫ് നിങ്ങളെടുത്താൽ നമ്മുടെ മനസ്സാണ് പല ഡിസിഷൻസും എടുക്കുന്നത്. ഇത് ചെയ്യണം, ഇത് ചെയ്യരുത്. ഈ ഡിസിഷൻ മനസ്സെടുത്താൽ ഈ ഡിസിഷൻ നേരെ ഹൃദയത്തിന് കൈമാറും. ഹൃദയത്തിന് കൈമാറിയാൽ അത് ശരീരം പാപമായിട്ട് ചെയ്യും. ഹല്ലേലൂയ. മനസ്സെടുക്കുന്ന ഡിസിഷൻ ആത്മാവിന് കൈമാറും. ഞാൻ പാപം ചെയ്യുന്നില്ല, വിശുദ്ധിയിൽ ജീവിക്കാം. ഇവിടെയും ഡിസിഷൻ എടുത്തത് എന്നിലുള്ള എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് ആ ഡിസിഷൻ എടുത്തു. ആത്മാവിന് ആ ഡിസിഷൻ കൈമാറി. ആത്മാവ് ദൈവീകമാണ്. അവിടെ എനിക്ക് വിശുദ്ധീകരണം സംഭവിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, ജീവനും മരണവും നിൻ്റെ മുന്നിലുണ്ട്, ഇഷ്ടമുള്ളത് നിനക്ക് ചൂസ് ചെയ്യാം. പാപവും ഉണ്ട്, പുണ്യവുമുണ്ട്, ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ ധ്യാനം കഴിയുമ്പോഴും അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരുന്നത്. അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവിലേക്കാണ്. ഈ കേരളത്തിലെ കത്തോലിക്കർ ഈ തിരിച്ചറിവ് കിട്ടിയിട്ടും പോരാതിരുന്നിട്ട് അടുത്ത ധ്യാനങ്ങൾ കൂടി വീണ്ടും തിരിച്ചറിവ് കിട്ടി, അടുത്ത ധ്യാനം കൂടി ഈ തിരിച്ചറിവ് കിട്ടിക്കൊണ്ടിരിക്കുക. കുഴിയിൽ വെക്കുന്നത് വരെ കേരളത്തിലെ കത്തോലിക്കർക്ക് ഈ തിരിച്ചറിവ് കിട്ടണം. ഞങ്ങളാണെങ്കിൽ സുവിശേഷം കേട്ടവരോട് വീണ്ടും സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷം കേട്ടവരോട് തന്നെയാണ് ഞങ്ങൾ വീണ്ടും സുവിശേഷം പ്രസംഗിക്കണത്. ഇവിടെ തന്നെ ഇപ്പോൾ എൻ്റെ ധ്യാനം കൂടിയത് റിപ്പീറ്റ് ചെയ്ത് കൂടി എത്രയോ പേരുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ തിരിച്ചറിവ് കിട്ടിയ നിങ്ങളെ സംബന്ധിച്ച് വീണ്ടും നിങ്ങൾ ധ്യാനം കൂടിപ്പിക്കുകയാണ് വേണ്ടത്, ധ്യാനം കൂടുകയല്ല വേണ്ടത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 7-ാം അധ്യായം 20-ാം വാക്യം, വിളിക്കപ്പെട്ടപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഓരോരുത്തരും തുടർന്നു കൊള്ളട്ടെ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ? സാരമില്ല, സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനാക്കപ്പെടുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയുമാണ്. ഇതാണ് കോൾ. നമ്മൾ ചിന്തിക്കും, ഞാൻ ഈ സുവിശേഷ വേലയിലേക്ക് വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും എന്നെ പരിചയമുള്ളവരും പറഞ്ഞു, നീയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായിരുന്നിട്ടുണ്ടാകണം? അവിടെ വെച്ചാണ് ഈശോ എന്നെ തൊടുന്നത്. ഈശോ എന്നെ തൊട്ട് കർത്താവിൻ്റെ വേലയിലേക്ക് എടുക്കുന്നത്. അവരെന്നെ പരിഹസിക്കുക. ഇവിടെ ഈശോ പറയുന്നത് തന്നെയാണ്, നിന്നെ ദൈവം വിളിച്ചപ്പോൾ നീ ഏതവസ്ഥയിലാണോ നീ ആ അവസ്ഥയിൽ തന്നെ തുടരണം. അതായത് ദൈവം വിളിച്ചു, ഇനി ഞാൻ മാറണം, ഇതല്ല. നിന്നെ വിളിച്ചപ്പോൾ നീ പാപാവസ്ഥയിലാണ്. നിന്നെ വിളിച്ചപ്പോൾ നീ അഹങ്കാരിയാണ്. നിന്നെ വിളിച്ചപ്പോൾ നീ ജഡികനായ മനുഷ്യനാണ്. നിന്നെ വിളിച്ചപ്പോൾ നിന്നിൽ ലോകാരൂപിയുടെ പ്രവർത്തനം ഉള്ള സമയത്താണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ഏതവസ്ഥയിൽ ദൈവം നിന്നെ വിളിച്ചുവോ ആ അവസ്ഥയിൽ തന്നെ നീ നിലകൊള്ളണം. വിളിച്ചവൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യുന്നത് വഴി നീ ആ അവസ്ഥയിൽ നിന്ന് നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തെ സ്വതന്ത്രമാക്കാൻ കർത്താവിന് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയമുള്ള ദൈവജനമേ, ഒരു തരത്തിലും നിങ്ങൾ ചഞ്ചലപ്പെടരുത്. കർത്താവെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാൻ, നിൻ്റെ മുൻപിൽ നിൽക്കുവാൻ, നിന്നെ ആരാധിക്കുവാനുള്ള ഒരു യോഗ്യതയും എന്നിലില്ല എന്ന് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തരുത്. അനുതാപത്തിൻ്റെ പുറത്തോ എളിമയുടെ പുറത്തോ നിങ്ങൾ ആ ഒരു അവസ്ഥയിലാണ് എന്ന് ദൈവത്തോട് ഏറ്റുപറഞ്ഞാൽ പോലും നിങ്ങളുടെ ആത്മസ്ഥിതിയെക്കുറിച്ചോ നിങ്ങളിലുള്ള കുറവുകളെക്കുറിച്ചോ നിങ്ങളുടെ ജീവിത അവസ്ഥകളെക്കുറിച്ചോ ഒരിക്കലും നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തരുത്. കാരണം വിളിച്ചവൻ അറിയാം നീ ഏതവസ്ഥയിലാണെന്നുള്ളത്. വിളിച്ചവൻ അറിയാം. അവൻ ആ അവസ്ഥയിൽ നിന്നാണ്, ആ ചെളിക്കുണ്ടിൽ നിന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നതെങ്കിൽ, ഇത്രയേറെ വിശുദ്ധരുണ്ടായിരുന്നിട്ടും ഈ ചെളിക്കുണ്ടിൽ ആയിരിക്കുന്ന എന്നെ ദൈവം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ വിളിച്ചവൻ
കാണുന്നത് നിൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ തലത്തെയാണ് അവൻ കാണുന്നത്. ഇവളിൽ അഭിഷേകം നിറച്ചാൽ ഇവൻ എനിക്ക് വേണ്ടി ജീവിക്കും, എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി ഇവൻ ഈശോയുടെ ഒരു പടയാളിയായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങും എന്ന് ദൈവത്തിന് ഉറപ്പുള്ള മക്കളെ കർത്താവ് തൊട്ടിട്ടുണ്ട്. അവരിലേക്ക് ദൈവവിളിയെ അവരുടെ ദാമ്പത്യ ജീവിതത്തിലേക്കും കർത്താവ് ഈ ദൈവവിളി കുടുംബങ്ങളിലേക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആ വിളി അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിനോട് നിങ്ങൾ വിധേയത്വം അല്ലെങ്കിൽ ക്രിസ്തുവിനോട് അനുസരണത്തിന് കീഴിൽ നിങ്ങൾ ആയിരുന്നു കൊണ്ട് വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. അവൻ എന്ത് ദൗത്യം നമ്മെ ഏൽപ്പിച്ചുവോ ആ ദൗത്യത്തിൽ തന്നെ തുടർന്നും ആയിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്, കർത്താവേ എന്നിൽ ഇത്രത്തോളം പാപാവസ്ഥയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? തെറ്റാണ്. നിന്നിൽ ഏത് പാപാവസ്ഥയാണോ ആ പാപാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ നീ പ്രാർത്ഥിക്കുന്നിടത്ത് നിന്നിൽ നിന്ന് ആ പാപാവസ്ഥ ഇറങ്ങി ഓടും. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ആരാധിക്കുമ്പോൾ, കർത്താവെ അഹങ്കാരിയായ ഞാൻ നിന്നെ ആരാധിക്കുന്നു, അസൂയാലുവായ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഇങ്ങനെ എന്നിലുള്ള ഓരോ നെഗറ്റീവ് അവസ്ഥകൾ, എന്നിലുള്ള ഓരോ ദുർഗുണങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ ആരാധിക്കുമ്പോൾ ആ ദുർഗുണങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധിക്കപ്പെടുമ്പോൾ അവയുടെ വ്യക്തിത്വത്തിനെതിരാണ് ദൈവത്തെ ആരാധിക്കൽ. ദുർഗുണങ്ങളുടെ വ്യക്തിത്വത്തിന് എതിരാണ് ദൈവത്തെ ആരാധിക്കൽ. പക്ഷെ ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ അഹങ്കാരിയായ ഞാൻ, ജഡികനായ ഞാൻ, വ്യഭിചാരിയായ ഞാൻ, അസൂയാലുവായ ഞാൻ ഇങ്ങനെ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജഡികത, ആ അസൂയ, ആ അഹങ്കാരം, ആ വ്യഭിചാര ദുർഭൂതം എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകും. അല്ലെങ്കിൽ അത് ദൈവത്തെ ആരാധിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരവസ്ഥ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ഏറ്റുപറഞ്ഞ് എന്നിലുള്ള കുറവുകളിൽ നിന്ന് ദൈവമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു. നമ്മുടെ മക്കള് ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തിൽ ജീവിക്കുന്നില്ലെങ്കിൽ കർത്താവെ ദൈവത്തെ അറിയാത്ത എൻ്റെ മകനോട് ചേർന്ന് സ്പിരിച്വലി ഞാൻ നിന്നെ ആരാധിക്കുകയാണ്. അവിടെ ആ മകൻ ദൈവത്തെ അറിയാൻ നിർബന്ധിക്കപ്പെടും. കാരണം അമ്മയുടെ, അപ്പൻ്റെ, സഹോദരങ്ങളുടെ ആരാധനയിൽ ഇതിനെ കൂടെ ചേർക്കുന്നുണ്ട്. ലോകത്തെമ്പാടും അർപ്പിക്കപ്പെടുന്ന ബലികളോട് ചേർന്ന് ദൈവമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഇവിടെയെല്ലാം നമ്മൾ ഈ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ്. ഇവിടെയെല്ലാം എന്നിലുള്ള പാപാവസ്ഥകളെ പുറത്താക്കാൻ ദൈവമേ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പൂർണ്ണമായും നിൻ്റേതാകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഒഴിയാൻ പറ്റാത്ത അല്ലെങ്കിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത പാപാവസ്ഥകളിൽ നിന്ന് തന്നെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഞാൻ ഇത്രയേറെ പാപിയാ, നിന്നെ ആരാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് സാത്താൻ്റെ തന്ത്രമാണ്. നമ്മളൊരു പാപം, ഇന്ന് ഒരു പാപം ചെയ്തു, നമ്മൾ ബോധപൂർവം ഒരു പാപം ചെയ്തു. പ്രാർത്ഥനയിൽ നിൽക്കുന്ന വ്യക്തി ബോധപൂർവം ഒരു പാപം ഇന്ന് ചെയ്യുക. നാളെ ആരാധനയുണ്ട്, നാളെ ബലിയുണ്ട്, ഞാൻ എന്ത് ചെയ്യും? ആരാധനയ്ക്കിരിക്കത്തില്ല, ബലിക്കിരിക്കത്തില്ല. കാരണം എന്താ? കർത്താവേ ഞാൻ പാപിയാ, നിന്റെ മുമ്പിൽ വരാൻ പറ്റില്ല. ഇത് പൈശാചികതയാണ്. ഇത് പിശാച് തരുന്ന ബോധ്യമാണ്. നീ ആ പാപം ചെയ്തിട്ടുണ്ടോ? ദൈവത്തിൻ്റെ മുൻപിൽ നീ ആ പാപത്തോടുകൂടെ തന്നെ ചെന്ന് ദൈവമേ ഞാൻ ഈ പാപത്തിന് അടിമപ്പെട്ട് ജീവിച്ചുപോയി, എൻ്റെ മേൽ നീ കരുണയായിരിക്കണമേ, പാപിയായ ഞാൻ ഈ പാപാവസ്ഥയിൽ നിന്നുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു എന്ന് പറയുന്നിടത്ത് പ്രിയപ്പെട്ട ദൈവജനമേ, ആ പൈശാചികത, ആ പാപം പിന്നീട് ആവർത്തിക്കാൻ നിനക്ക് ദൈവം ഇടവരുത്തില്ല. ആ പാപാവസ്ഥ എന്നേക്കുമായിട്ട് നിന്നെ വിട്ടുമാറും. ആമേൻ, ഹല്ലേലൂയ. ഇതല്ലാതെ നമ്മൾ ഒരു തെറ്റ് ചെയ്തു, ഇനി പ്രാർത്ഥിക്കേണ്ട, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കില്ല, ഇത് ദൈവീകതയല്ല. കാരണം ദൈവം കരുണയുടെ ദൈവമാണ്. നിന്നിലുള്ള പാപങ്ങളും ദുർഗുണങ്ങളും എത്രത്തോളമുണ്ടോ അതിന് എത്രയോ മടങ്ങ് അധികമാ പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ കരുണ നമ്മളോട് കാണിക്കുന്നത്. ഈ ലോകത്തിൽ നമുക്ക് അവകാശപ്പെടാനുള്ളത് കർത്താവിൻ്റെ കരുണ മാത്രമാണ്. അത് മാക്സിമം അവകാശപ്പെട്ട് തന്നെ നമ്മൾ ജീവിക്കണം. ഈ ലോകത്തിൽ നമ്മൾ എത്ര പാപം ചെയ്താലും, ഏതെല്ലാം ദുരവസ്ഥയിലൂടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും അതിനെല്ലാം ഉപരിയാണ് ദൈവത്തിൻ്റെ കരുണ. ഞാൻ ഈ തെറ്റ് ചെയ്തതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ ഞാൻ അർഹനല്ല, ഈശോയോട് പ്രാർത്ഥിക്കാൻ ഞാൻ അർഹതയില്ലാത്തവനാണ് എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കല്ലേ. അത് പിശാചിൻ്റെ തന്ത്രമാണ്. എന്നേക്കുമായിട്ട് ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ കുറ്റബോധത്തിൻ്റെ അരൂപി സാത്താൻ നിൻ്റെ ഉള്ളിൽ ഇട്ട് തരുന്ന സാത്താൻ്റെ തന്ത്രമാണ്. വീണുപോകരുത്. എത്ര പാപാവസ്ഥയുണ്ടെങ്കിലും കർത്താവേ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ ആരാധിക്കുന്നു. ആ പാപാവസ്ഥയിൽ നിന്ന് തന്നെ നീ ദൈവത്തെ ആരാധിക്കണം. നീ പാപം ചെയ്ത പാപമംഗിലമായ കരത്തോടുകൂടെ, മനസ്സോടുകൂടെ, ശരീരത്തോടുകൂടെ, ജീവിതത്തോടുകൂടെ ആയിരുന്നാലും ആ ചെളിക്കുണ്ടിൽ നിന്ന് നിന്നെ ചേർത്ത് പിടിക്കാൻ കർത്താവിനറിയാം. അതുവഴി നിന്നിലുള്ള വൈശാചികത, പാപ പ്രവണതകളെ ദൂരീകരിക്കാനും ദൈവത്തിന് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ.
ഇതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ വായനയിൽ ഇപ്പോൾ വായിച്ച വചനത്തിൽ വിശുദ്ധ പൗലോസ് സ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത് തന്നെയാണ്. നിന്നെ ദൈവം വിളിച്ചപ്പോൾ നീ ഏത് അടിമത്തത്തിലായിരുന്നുവോ അതിൽ തന്നെ നീ തുടരണം. ആമേൻ. അതിൽ തന്നെ നീ തുടരണം, അതിൽ തന്നെ നീ തുടരണം. അതിനെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട. കാരണം വിളിച്ചവൻ്റെ വിളിയാൽ അതിൽ നിന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ ദൈവത്തിനറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിനറിയാം, ദൈവം നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനായിട്ട് നിങ്ങൾ ഒരുങ്ങണം. ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ നിങ്ങൾ ഒരുങ്ങണം. കാരണം നമ്മൾ എത്രയേറെ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന്, എത്രയേറെ നമ്മിലുള്ള പൈശാചികതയിൽ നിന്ന്, എത്രയേറെ നമ്മിലുള്ള ദുരവസ്ഥകളിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുവോ, പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ അവൻ്റെ പാപാവസ്ഥയിൽ നിന്ന് വ്യതിചലിപ്പിച്ച് പിന്തിരിപ്പിച്ച് ഈശോയിലേക്ക് അടുപ്പിക്കാൻ നിങ്ങളിലൊരു കൃപ ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 3 ദിവസം നിങ്ങളിവിടെ സ്വസ്ഥമായി ഇരുന്ന് വചനം കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അതല്ലാത്തതെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോകും. അതല്ലാതെ ഇരിക്കുന്നതെല്ലാം ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നീ വിട്ടുപോകും. ഇവിടെ നിൽക്കണ്ട, പോകാം എന്നുള്ള ചിന്ത വരും. അവർ പോകും. ഇന്നലെ പോയതുപോലെ കുറച്ച് പേര് ഇന്നലെ പോയി. എന്തുകൊണ്ടാണ്? ഇരിക്കാൻ പറ്റുന്നില്ല, വചനത്തെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, നിങ്ങളിതുപോലെ ഇരുന്ന് വചനം കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ വചനം വിളമ്പാനുള്ള അർഹതയും നിങ്ങളിലുള്ളത് കൊണ്ടാണ് ഈ വചനത്തെ ശ്രവിക്കാൻ നിങ്ങൾ കാതോർത്തിരിക്കുന്നത്. അതല്ലാതെ പ്രസംഗിക്കുന്ന വചനത്തിൻ്റെ നിലവാരം കൊണ്ടല്ല. ഇതിനെ നിങ്ങൾക്ക് വിളമ്പാനായിട്ട്, പ്രിയപ്പെട്ട ദൈവജനമേ, വിളമ്പാനുള്ള അർഹത നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ എത്ര വചനം കേട്ടാലും നിങ്ങൾക്ക് അവിടെ മടുപ്പ് തോന്നുന്നില്ല. അത് അഭിഷേകമായിട്ട് സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് നിങ്ങൾ കൊടുക്കണം, ഈശോയ്ക്ക് കൊടുക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ദൈവത്തിൻ്റെ മക്കൾ, ഒത്തിരി യുവജനങ്ങൾ, പ്രിയപ്പെട്ട ദൈവജനമേ, പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പാപാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി മക്കൾ ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് ധ്യാനം, ബാംഗ്ലൂർ യൂത്തിൻ്റെ ധ്യാനമുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, അവിടെ നിന്ന് അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞെന്നറിയോ, ബ്രദറെ, എല്ലാ മക്കളും ഇതിന് ഡ്രഗ് അഡിക്റ്റഡാണ്. ഈ ഒരു സംഭവത്തിന് പുറകെയാണ് മക്കൾ കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പിടിച്ചെടുത്തൊന്നും അവർ നിൽക്കുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അവർ നിൽക്കുന്നില്ല. ദൈവമില്ല, ഇങ്ങനെ ഇതെല്ലാം ഒരു തരം ബിസിനസ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ ഈ മക്കൾ മാരകമായിട്ടുള്ള ലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ദൈവത്തെ നിന്ദിച്ച് സംസാരിക്കുന്ന കണ്ടിട്ടാണ് ആ ഒരു ധ്യാനം അവിടെ വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങണേ. നിങ്ങൾ ഈ കേട്ട വചനം നിങ്ങളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി കേട്ട വചനമല്ല, നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി കേട്ട വചനമല്ല. നിങ്ങൾ ഈ ശ്രവിച്ച വചനം മുഴുവൻ നിങ്ങളുടെ കുടുംബത്തിലൊരു ദുരിതം കൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതുപോലെ ദുരിതം പേർന്ന ഒത്തിരി കുടുംബങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരെ കാണാനായിട്ടുള്ള തുറവി നിങ്ങളുടെ കണ്ണുകൾക്കുണ്ടാവണേ. അവരെ കേൾക്കാനുള്ള തുറവി നിങ്ങളുടെ കാതുകൾക്കുണ്ടാവണേ. നിങ്ങൾ കേട്ട വചനം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ദൈവം നിങ്ങളോട് പ്രസംഗിച്ച വചനമല്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മാത്രമായിട്ട് ദൈവം നിങ്ങൾക്ക് തന്ന വചനങ്ങളൊന്നും ഇതിനകത്തില്ല. കേട്ടതെല്ലാം ഉത്തരവാദിത്വം ഏൽപ്പിക്കലാണ്. നിങ്ങൾ ശ്രവിച്ചതെല്ലാം ദൈവം നിങ്ങൾക്ക് തന്ന ഉത്തരവാദിത്വങ്ങളാണ്. അത് ഈശോയ്ക്ക് നിങ്ങൾ കൊടുക്കണം, തിരിച്ചു കൊടുക്കണം. എങ്ങനെ? ആത്മാക്കളായിട്ട് തിരിച്ചു കൊടുക്കണം, ആത്മാക്കളായിട്ട് തിരിച്ചു കൊടുക്കണം. സകലതും ഈശോയെ പ്രതി നിങ്ങൾ എന്താ പറയുക, എല്ലാത്തിനോടും ഒരു വിരക്തി നിങ്ങൾ പ്രഖ്യാപിക്കണം. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാത്തിനോടൊരു വിരക്തി, ഒന്നും ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാം ഒരു മിതത്വം. മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ സിമ്പിളായിട്ട് കളയാൻ ഈ ഒരൊറ്റ പെട്ടി മതി. ആ ഒരു ബോക്സിനകത്ത് നമ്മളിരിക്കും. ഒരു 3 മണിക്കൂർ നിസ്സാരമായിട്ട് നമുക്കതിനകത്ത് ഇരിക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടോ മടുപ്പോ ഉറക്കമോ പലവിചാരമോ ഒന്നും അതിനകത്ത് വരുന്നില്ല. മറ്റൊരു ചിന്തയും നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. 3 മണിക്കൂറൊക്കെ ഈസിയായിട്ട് നമ്മൾ അതിനകത്തിരിക്കും. ഒരു 10 മിനിറ്റ് ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ പറയും ഉറക്കം വരികയാണ് ബ്രദറെ, കോട്ടുക. ഇതല്ല, ഇത് പ്രാർത്ഥനയിൽ, ഇതും മൊബൈൽ ഉപയോഗിക്കുന്നതിൽ ഇങ്ങനെ കണ്ണും മെഴിച്ചിരിക്കും, നട്ടപ്പാതിരാക്കി ഇരിക്കും. ഒരുറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുമില്ല. 10 മിനിറ്റ് വചനം കേൾക്കുമ്പോൾ തലയും കുത്തി വീഴും. ഇതുകൊണ്ടാണ് ഉള്ളിലുള്ളത് എന്താണോ അത് നിങ്ങളുടെ ശരീരം കാണിക്കും.
അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, എൻ്റെ ഉള്ളിൽ ഇത്രയും വചനം കേട്ടിട്ടും പൈശാചികതയാണോ, എൻ്റെ ഉള്ളിൽ ഇത്രയും വചനം കേട്ടിട്ടും ലോകാരൂപിയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്താൻ ദൈവം തന്നെ തരുന്ന ചില വർക്ക്ഷീറ്റാണ് അതെല്ലാം. നിങ്ങൾ ആൻസർ ചെയ്ത് കർത്താവിന് കൊടുക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, ഈ ആൻസർ ചെയ്തിരിക്കുന്ന പേപ്പറെല്ലാം ദൈവം നമ്മളുടെ ആ ഒരു വിധി സമയത്ത് കർത്താവ് ഇതെല്ലാം എടുത്തു വയ്ക്കും. ഒരു ദിവസം 24 മണിക്കൂറാണ്. നിങ്ങളതിനെ 3ആയി ഡിവൈഡ് ചെയ്യണം. ഒരു ദിവസം 24 മണിക്കൂറാണെങ്കിൽ അതിനെ 3ആയി ഡിവൈഡ് ചെയ്താൽ 8 മണിക്കൂർ വെച്ച് കിട്ടും. 8 മണിക്കൂറിൽ ആദ്യത്തെ 8 മണിക്കൂർ നിങ്ങൾ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും നിങ്ങൾക്ക് എടുക്കാം. രണ്ടാമത്തെ 8 മണിക്കൂർ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അതാത് ദിവസത്തെ ജീവിതചര്യയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ജോലിയിലാണോ അതിനു വേണ്ടി രണ്ടാമത്തെ 8 മണിക്കൂറും എടുക്കാം. വീണ്ടും ഒരു 8 മണിക്കൂർ ബാക്കി കിടപ്പുണ്ട്. അത് ഈശോയ്ക്ക് കൊടുക്കണം. കംപ്ലീറ്റ് ആയിട്ടല്ല, ഈശോയ്ക്ക് കൊടുക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ആ 3-ാമത്തെ 8 മണിക്കൂറിൻ്റെ ദശാംശം ഈശോയ്ക്ക് കൊടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ 3-ാമത്തെ 8 മണിക്കൂറിൻ്റെ ദശാംശം കർത്താവിന് കൊടുക്കുക. അതെങ്കിലും ഇരിക്കട്ടെ ഈശോയ്ക്ക്. അത് വേണ്ട പ്രിയപ്പെട്ടവരെ. ഞാൻ പറയുന്നില്ലേ, 24 മണിക്കൂറും തമ്പുരാന് കൊടുക്കാനുള്ളതാണ്. നിങ്ങൾ ഒരു ദിവസം ഒരു പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപം ചെയ്ത ദിവസം നിങ്ങൾ സാത്താനെ ഡെഡിക്കേറ്റ് ചെയ്ത ദിവസമാണ്. ആ പാപം ചെയ്ത ബോധപൂർവം ഒരു പാപം, അരുതാത്തത് ബോധപൂർവം, അതായത് ചെയ്യാൻ പാടില്ല എന്നറിയാം പക്ഷെ ചെയ്യുക. പ്രാർത്ഥിക്കുന്ന വ്യക്തി ആ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസം നിങ്ങൾ സാത്താനെ ഡെഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ എത്ര ദിവസം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? മൊത്തം ലിസ്റ്റ് എടുക്കുമ്പോൾ 80 വർഷം ജീവിച്ചൊരു വ്യക്തിയിൽ 60 വർഷവും ഇങ്ങനെ പാഴാക്കി കളഞ്ഞതായിരിക്കുള്ളൂ. ബാക്കിയൊരു 20 ദൈവത്തിന് കിട്ടിയാൽ കിട്ടി. കർത്താവ് അതെല്ലാം കൂടി ഊറ്റിയെടുത്ത് കുറേ രോഗവും കൊടുത്ത് വീട്ടിൽ അടക്കിയിരുത്തി പ്രാർത്ഥിപ്പിച്ചതേ കർത്താവിൻ്റെ കയ്യിൽ ഉണ്ടാവുകയുള്ളൂ. ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടത്തിൽ പ്രാർത്ഥിച്ച് കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി ഇന്നത്തെ ദിവസം മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ മാറ്റുകയാണ് എന്ന് പറഞ്ഞ ദിവസം നമ്മളെ സംബന്ധിച്ചുണ്ടാകുമെന്ന് നമുക്കറിയില്ല. ചില ശുശ്രൂഷകൾ കഴിഞ്ഞ് വരുമ്പോൾ ഈശോ പറയും 3 ദിവസത്തേക്ക് ഒന്നും കഴിക്കരുതെന്ന് പറയും. വെള്ളം പോലും കുടിക്കണം, നീ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് ദിവ്യാനത്തിന് മുന്നിൽ പോയിരിക്കാൻ പറയും. 3 ദിവസം അടുപ്പിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ പോയിരിക്കും. വീട്ടിൽ വന്ന് വീണ്ടും പ്രാർത്ഥനയുമായിട്ടിരിക്കും. ഈ 3 ദിവസം ഫോൺ ഓൺ ചെയ്യരുതെന്ന് പറയും, ഓഫ് ചെയ്തിടാൻ പറയും. എത്ര പറയും റിക്വസ്റ്റ്, എന്ത് വന്നാലും ആര് വന്നാലും ഒന്നും നീ മൈൻഡ് ചെയ്യണ്ട, 3 ദിവസം എനിക്ക് തരിക. പ്രിയമുള്ളവരെ, നമ്മൾ പിന്നീട് നമ്മൾക്ക് ചെല്ലുമ്പോൾ മനസ്സിലാവും, 3 ദിവസം കഴിഞ്ഞ് പിന്നീട് അടുത്ത ശുശ്രൂഷയിലേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാകും നമ്മുടെ സ്കിന്നെല്ലാം പുതിയതാണോ, പുതിയ ഒരു സ്കിന്നും പുതിയൊരു ഫേസാണോ, പുതിയതാണോ, നമ്മളിങ്ങനെ നോക്കും. കാരണം കർത്താവ് നമ്മളെ പഴയത് മാറ്റി പുതിയത് ഫിറ്റ് ചെയ്ത് തരും. ഈശോയോട് കൂടെ ഈശോയ്ക്ക് വേണ്ടി മാത്രം ഒരു ദിവസം ഫുള്ളായിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്താൽ കർത്താവ് ഈ ദിവസം ഞാൻ നിനക്ക് തരികയാണ്, മറ്റൊന്നിലും ഞാൻ ഇടപെടുന്നില്ല, നിനക്ക് മാത്രം ഈ ഒരു ദിവസം തരിക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അധികമായി കർത്താവ് നിലകൊള്ളും എന്ന് നിങ്ങൾക്കറിയോ? നിങ്ങളുടെ ഇന്ന് ഈ വചനത്തിൽ നമ്മൾ കേട്ടില്ലേ, സ്ലീഹ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങൾ ഏതവസ്ഥയിൽ ദൈവം നിങ്ങളെ വിളിച്ചുവോ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് സ്ലോലി വേണം നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടു വരാൻ. ഒറ്റയടിക്ക് ഇപ്പം തന്നെ രോഗത്തെ ശരിയാക്കരുത്. അത് ആവേശ ശുശ്രൂഷയാണ്, ഗുണം ചെയ്യില്ല. ആവേശ ശുശ്രൂഷ ഇവിടെ നിന്ന് കേട്ട് ഇപ്പം തന്നെ നേരെ പോയിട്ട് മിഷണറി പ്രവർത്തനം ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്ലോലി നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഒരുപെടുന്നത് എന്തിനാണെന്നുള്ളത് ഒരിക്കലും സാത്താൻ അറിവ് കൊടുക്കരുത്. അവനത് തടസ്സപ്പെടുത്തും. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ രണ്ടാമതൊരാളോട് നിങ്ങൾ കൊട്ടിഘോഷിക്കരുത്, അതും സാത്താൻ തടസ്സപ്പെടുത്തും. നാളെ ഉപവാസമാണെന്ന് ഇന്ന് പ്രഖ്യാപിക്കരുത്, നാളെ മുടിഞ്ഞ വിശപ്പായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരെ മറിച്ച് നാളെ നിങ്ങൾ ഉപവാസം എടുക്കുക എന്നുള്ളത് മനസ്സിൽ, ഓക്കെ നാളെ ഉപവാസം എടുക്കണം, അത് മനസ്സിൽ, അത് സാത്താൻ അറിയില്ല. നാളെ ഉപവാസം എടുക്കുക, പ്രശ്നമൊന്നുമില്ലാതെ നിങ്ങൾക്ക് ആ ഉപവാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് രാത്രി ഞാൻ ഉറക്കം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും, തീരുമാനം എടുക്കുക. സാധാരണ 11 മണിയായാലും വരാത്ത ഉറക്കം 8 മണിക്ക് തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ടാവും. 8 മണിക്കേ കയറി കിടന്നുറങ്ങും, കൂർക്കം വലിച്ച് കിടന്നുറങ്ങും. നന്നായിട്ട് ഉറങ്ങണമെങ്കിൽ ഇങ്ങനെ തീരുമാനം എടുത്താലും മതി. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നുവോ, സ്പിരിച്വലി പ്രാർത്ഥനയിൽ എന്ത് ചെയ്യാൻ പോകുന്നുവോ കൊട്ടിഘോഷിക്കരുത്. പിശാച് അത് ബ്ലോക്ക് ചെയ്യും. ഒരാളും അറിയരുത്. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് രണ്ടാമതൊരാൾ അറിയരുത്. പിന്നീട് നിങ്ങൾക്ക് ആ പ്രാർത്ഥന നടക്കില്ല. പിന്നീട് നിങ്ങൾ ഇന്ന് ഒരു 25 വർഷങ്ങളായിട്ട് ചെല്ലുന്ന ഒരാളാണെന്നിരിക്കട്ടെ, ഒരാളെ പരിചയപ്പെട്ടു, ഞാൻ എല്ലാ ദിവസവും 25 ചെല്ലുന്ന ആളാണ്. ഇങ്ങനെ നിന്നോ, പിറ്റേ ദിവസം തൊട്ട് 25 പോയിട്ട് 2 എണ്ണം പോലും ചെല്ലാൻ പറ്റില്ല. കാരണം അങ്ങനെയാണ് നമ്മൾ മറ്റൊരാളോട് പറയുന്നത് കേൾക്കുന്നത്. അയാൾ മാത്രമല്ല,
ആ സറൗണ്ടിങ്സിലുള്ള പൈശാചികതയും നമ്മുടെ ആധരം വിട്ട് പുറത്തു വരുന്നതിനെ സാത്താൻ ഏറ്റെടുക്കും. അതുകൊണ്ട് ഒന്നും കൊട്ടിഘോഷിക്കരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പ്രാർത്ഥനയിൽ എന്തോ സംഭവമാണ് എന്ന് നിങ്ങൾ സ്വയം അഹങ്കരിക്കരുത്. ഞാൻ ഒന്നുമല്ല കർത്താവേ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചപ്പോൾ നീ അടിമയായിരുന്നുവോ? സാരമില്ല, സ്വതന്ത്രനാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തിക്കൊള്ളുക. എന്നാലും വെളിയിൽ നിന്ന് പിന്മാറരുത്. അതാണ് ഈ വചനത്തിൽ ഈശോ നമ്മളോട് പറയുന്നത്. ദൈവം നിന്നെ വിളിച്ചപ്പോൾ ഏതെങ്കിലും അടിമത്തത്തിലാണോ നീ? സാരമില്ല. അവിടെ സ്ലീഹ നമുക്ക് തന്നിരിക്കുന്ന ഒരു രീതി നോക്കിയാൽ സാരമില്ല, നിങ്ങൾ അതിൽ തന്നെ തുടർന്നോ. എന്നാലും വിളിയിൽ നിന്ന് പിന്മാറരുത്. ആ വെളിയിൽ തന്നെ നിലനിൽക്കണം. അടിമത്വത്തിലും ദൈവത്തിന് വേണ്ടി വേല ചെയ്യാനുള്ള സാധ്യത അവൻ തുറന്നിട്ടിട്ടുണ്ട്. നമ്മളിലുള്ള ഏത് പാപാവസ്ഥയിലും യേശുവിന് വേണ്ടി വേല ചെയ്യാനുള്ള സാധ്യത ദൈവം തുറന്നിട്ടുണ്ട്. ആ അടിമത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യണം, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടണം. അവിടെ കർത്താവിന് തെറ്റുപറ്റിയിട്ടില്ല. നിന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. നീ തിരഞ്ഞെടുത്ത ദൈവീകതയ്ക്കാണ് തെറ്റുപറ്റിയത്. കാരണം നമ്മൾ ദൈവത്തെ കാണുന്ന മനോഭാവമാണ് തെറ്റിപ്പോയത്. ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തതിൽ ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. പക്ഷെ ദൈവത്തെ മനുഷ്യൻ തിരഞ്ഞെടുത്തപ്പോൾ തെറ്റുപറ്റി. ഏകസത്യ ദൈവത്തെ തിരഞ്ഞെടുത്തപ്പോൾ തെറ്റുപറ്റി മനുഷ്യന്. കാരണം അവൻ ദൈവത്തെ കണ്ടത് അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ഉപകരണമായിട്ടാണ്. ദൈവീകത എന്താണെന്നുള്ളത് ഇപ്പോഴും ക്രിസ്ത്യാനിക്ക് അറിയത്തില്ല. എന്താണ് ദൈവീകത, ദൈവം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ആഴിക്ക് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നുണ്ടെങ്കിൽ അത് മാറ്റപ്പെട്ടിട്ടില്ല. ദൈവം ഇരുളിനെ വെളിച്ചത്തിൽ നിന്ന് വേർതിരിച്ചിട്ടേ ഉള്ളൂ. വെളിച്ചം വന്നപ്പോൾ ഇരുളില്ലാതായി എന്ന് വചനം പഠിപ്പിക്കുന്നില്ല. ഇരുളിനെ വേർതിരിച്ചു. അപ്പോൾ ജീവനും മരണവും നിന്റെ മുൻപിലുണ്ട്, നിനക്ക് തിരഞ്ഞെടുക്കാം. ചോയ്സ്, കർത്താവ് സ്വാതന്ത്ര്യം തന്നിരിക്കുക നമ്മൾക്ക്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതെല്ലാം അന്ധകാരത്തോട് ചേർന്നാണ്. അന്ധകാരത്തിൽ നമ്മൾ പലതും തിരഞ്ഞെടുക്കുകയാണ്. ഇത് മതി എന്നുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾ അങ്ങനെ തന്നെ, ഇങ്ങനെയാണ്, ഇതാണ് ശരി എന്നുള്ള രീതിയിൽ സാത്താൻ ചില ബോധ്യങ്ങൾ നമുക്ക് തന്നിട്ട് നമ്മളെ ആ രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഈശോ ഇവിടെ സ്ലീഹായിലൂടെ നമ്മളോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾ അടിമയായിരുന്നു, ദൈവം നിന്നെ തിരഞ്ഞെടുത്തപ്പോൾ നീ അടിമയായിരുന്നു. സാരമില്ല, ഒരാശ്വസിപ്പിക്കല, സാരമില്ല, നീ അതിൽ തന്നെ തുടരുക. 1 കൊറിന്തോസ് 7-17 മുതലുള്ള തിരുവചനങ്ങൾ, ആദ്യത്തേതിലേക്ക് ഞാൻ പോയിട്ടില്ല. പ്രിയമുള്ളവർ, അതിൽ 20ാമത്തെ വാക്യമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എന്തെന്നാൽ അടിമയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിളി ലഭിച്ചവൻ കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടവനാണ്. ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങളുടെ തലമുറകളിൽ നിന്ന് മരിച്ചുപോയി എത്രയേറെ ആത്മാക്കൾക്കുള്ള പ്രാർത്ഥനയുടെ വിഹിതമാണ് നിങ്ങളിൽ നിന്ന് കർത്താവ് അവർക്ക് കൊടുക്കുന്നത്. നിങ്ങളറിയോ? നിങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു ദൈവവിളി ഉണ്ടെങ്കിൽ, ഒരു മകനോ ഒരു മകളോ സന്യാസത്തിലേക്കോ പൗരോഹിത്യത്തിലേക്കോ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്ക് അതിലും വലിയൊരു അനുഗ്രഹം കിട്ടാനില്ല. ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുക. കുടുംബത്തിൽ നിന്ന് ഒരെണ്ണം ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷനല്ല, ക്രിസ്തു തന്നെയാണ് ഒരു വൈദികൻ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഒരെണ്ണത്തിന് നിങ്ങൾ വാർത്തെടുക്കുമ്പോൾ നിങ്ങളുടെ തലമുറകൾ എത്രയോ അധികമായിട്ട് വിശുദ്ധീകരിക്കപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ തലമുറകളിൽ എത്രയോ അധികം കെട്ടുകൾ അഴിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ എത്രയോ തലമുറകൾക്ക് സ്വർഗം കിട്ടാനുള്ള ചാൻസാണ് അവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലൊരു കീ ദൈവം ചില കുടുംബങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ദൈവവിളിയുടെ കീ. നിങ്ങൾക്ക് അതിലേക്ക് കടന്നു വരാം. ദൈവം വിളിച്ചവന് അതിൽ നിലനിൽക്കുന്നത് പോലെ ദൈവം വിളിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ദൈവം അവനെ അണിയിച്ച് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ആയുധവും അവൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടാണ് കർത്താവ് വിളിക്കുന്നത്. ഈ വെച്ച് കൊടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് അവൻ കർത്താവിന് വേണ്ടി ഇറങ്ങുകയാണ്. ഈ യുദ്ധഭൂമിയിലേക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങി ആത്മാക്കളെ നേടാനായിട്ടുള്ള ദൈവത്തിൻ്റെ പടയാളിയായിട്ട് അവൻ മാറ്റപ്പെടുമ്പോൾ എക്കാലത്തേക്കും അവൻ്റെ കുടുംബത്തെ ദൈവം പരിപാലിക്കും. ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിയ വ്യക്തിയുടെ കുടുംബത്തെ സ്വർഗം പരിപാലിക്കും. ഒരിക്കലും ആ കുടുംബം വീണു പോവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി ഒരെണ്ണത്തെ ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും ആ കുടുംബം വീണു പോവില്ല. ആ കുടുംബത്തിൽ ഒരു സാത്താൻ്റെ ശക്തിയും ബലപ്പെടില്ല. അവരുടെ കുടുംബത്തിൽ സഹനങ്ങളുണ്ടാകും. പക്ഷേ ആ സഹനങ്ങളെല്ലാം അവരിൽ തന്നെ ആ കുടുംബത്തിലോ പിന്നീടുള്ള തലമുറകളിൽ കൃപയായിട്ട് അഭിഷേകമായിട്ട് മാറ്റപ്പെടാനുള്ള സഹനങ്ങളായിരിക്കുള്ളൂ അവരുടെ കുടുംബങ്ങളിൽ. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യണേ, സാത്താൻ നിങ്ങളെ ഭയക്കും.
നിങ്ങളെ കാണുമ്പോൾ സാത്താൻ ഭയന്നോടണമെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നവരായിരിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കണം. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവരായിരിക്കണം. കർത്താവിന് വേണ്ടി ചെയ്യുന്നവരായിരിക്കണം പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി നമ്മൾ ആത്മാക്കളെ നേടിക്കൊടുക്കണം സ്വർഗത്തിലേക്ക്. പാപത്തിൽ ജീവിക്കുന്നവനെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പ്രവൃത്തി, അതാണ് സുവിശേഷവേല. അതാണ് സുവിശേഷവേല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനാൽ സ്വതന്ത്രനാക്കപ്പെട്ടാണ്. അതുപോലെ തന്നെ സ്വതന്ത്രനായിരിക്കുമ്പോൾ വിളി ലഭിച്ചവൻ ക്രിസ്തുവിൻ്റെ അടിമയാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അതുകൊണ്ട് സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. നിലനിൽപ്പിൻ്റെ വരം. ഓരോ ധ്യാനങ്ങൾ കൂടിക്കഴിയുമ്പോഴും നമ്മളൊരു 4-5 ധ്യാനം കൂടി അവർക്കുള്ളൊരു ധ്യാനമുണ്ട്. വരദാന വളർച്ചാ ധ്യാനം എന്ന് പറയുന്നൊരു ധ്യാനം, അതല്ലെങ്കിൽ നിലനിൽപ്പിനുള്ള ധ്യാനങ്ങൾ, മിക്കവാറും ധ്യാന കേന്ദ്രങ്ങൾ അങ്ങനെ ഒരു ധ്യാനം കണ്ടക്ട് ചെയ്യാറുണ്ട്. 4-5 ധ്യാനം കൂടിക്കഴിഞ്ഞ വ്യക്തിയെ സംബന്ധിച്ച് പിന്നീട് ആ വ്യക്തി ധ്യാനം കൂടിപ്പിക്കേണ്ട വ്യക്തിയാണ്, ധ്യാനിക്കേണ്ട വ്യക്തിയല്ല. അപ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ധ്യാനങ്ങളുണ്ട്. വരദാന വളർച്ചാ ധ്യാനം, വെളിയിൽ നിലനിൽക്കാനുള്ള ധ്യാനങ്ങൾ. പ്രിയപ്പെട്ട പോലെ ഇവിടെ ശ്ലീഹ അത് ആ വലിയ ധ്യാനത്തെ ഒറ്റ വേർഡിൽ ശ്ലീഹ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നിന്നെ അതുകൊണ്ട് സഹോദരരെ, ഏതവസ്ഥയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടുവോ ആ അവസ്ഥയിൽ തന്നെ ദൈവത്തോടൊത്ത് നിലനിൽക്കുവിൻ. നമ്മൾ ചിന്തിക്കും, ഇത്രയും ദൈവം എന്നെ തൊട്ടിട്ടും ഞാൻ വീണ്ടും ഈ പാപം ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും ദൈവം എന്നെ ഇത്രയും കാര്യങ്ങൾ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിട്ടും ഞാൻ വീണ്ടും ഈ പാപം ചെയ്തല്ലോ. ചില പാപത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന വ്യക്തി മൂക്കുകുത്തി വീണ് കഴിയുമ്പോൾ വീണതിന് ശേഷം അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചിന്തയാണ്. പ്രിയമുള്ളവരെ, ആ പാപാവസ്ഥ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഭയക്കരുത്, നിങ്ങൾ മനസ്സ് മടുക്കരുത്. വീണ്ടും ദൈവത്തോടൊത്ത് തന്നെ നിൽക്കുക. അത് കുമ്പസാരത്തിലേറ്റു പറഞ്ഞ് അനുദപിച്ച് അതിൽ നിന്ന് പുറത്തു വരിക. നിങ്ങൾക്കൊരിക്കലും ഫുൾ വിശുദ്ധിയിൽ നിലനിൽക്കാൻ എനിക്കോ നിങ്ങൾക്കോ പറ്റില്ല പ്രിയപ്പെട്ടവരെ. കാരണം കാലഘട്ടം അതാണ്. നമ്മളാരും വിശുദ്ധരല്ല, സാധാരണ ജനങ്ങളാണ്. അപ്പോൾ നമ്മളെ പാപത്തിലേക്ക് വീഴിക്കാൻ ശ്രമിക്കുന്ന, നമ്മളെ കൊണ്ട് നമ്മുടെ നാവിനെ വിശുദ്ധിയിൽ നിലനിൽക്കാൻ അനുവദിക്കാത്ത ചില സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് സാത്താൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുമ്പോൾ അതിൽ വീട് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് ഭാരപ്പെടേണ്ട. കാരണം ശ്ലീഹ നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നു, നിങ്ങൾ എന്തവസ്ഥയിലാണോ ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളായിരുന്നത് ആ അവസ്ഥയിൽ തന്നെ ദൈവത്തോടൊത്ത് നിങ്ങൾ നിലനിൽക്കണം. ഏതവസ്ഥയിലാണോ ദൈവത്തോടൊത്ത് നിലനിൽക്കാൻ നമുക്ക് പറ്റണം. ഇതാണ് ദൈവവിളി എന്ന് പറയുന്നത്. ദൈവവിളി ലഭിച്ച വ്യക്തി ദൈവത്തോടൊത്ത് ഏതവസ്ഥയിലും നിലനിൽക്കും. അവരുടെ ജീവിതത്തിൽ എത്ര സഹനം വരുമ്പോൾ ദൈവവിളിയിൽ നിന്നൊന്ന് ഇനിയൊന്ന് ലീവ് എടുക്കാം എന്ന് ചിന്തിക്കുന്നില്ല. ഏതെങ്കിലും പ്രതികൂല സാഹചര്യം വരുമ്പോഴും ഇനി കുറച്ച് നാൾ ശുശ്രൂഷ മാറ്റിവെക്കാം, ഇതില്ല. ദൈവവിളി ലഭിച്ചവനെ സംബന്ധിച്ച്, ദൈവവിളി ലഭിച്ചവളെ സംബന്ധിച്ച് ഇതില്ല. വിളി ലഭിച്ചിട്ടുണ്ടോ ഏതവസ്ഥയിലും അതുപോലെ തന്നെ ദൈവത്തോടൊത്ത് ആ കുടുംബം നിലനിൽക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ലഭിച്ച വിളി ദൈവവിളിയാണ്. വിളിക്കുള്ളിൽ ഒരു വിളി ലഭിച്ചവരാണ് നമ്മളിൽ പലരും. ഞാൻ പറഞ്ഞില്ലേ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു സാധ്യതയുള്ള ഒത്തിരി മക്കൾ ഈ കൂട്ടത്തിലുണ്ട്. അവരാ സാധ്യത കണ്ടെത്തി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, പിന്നെ ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നിങ്ങളെ കയറ്റി നിർത്തും. ഇനി നീ ഇത് ചെയ്യും. ഇങ്ങനെ ദൈവം ഓരോ പടിയായിട്ട് ആ മക്കളെ ഉയർത്തിക്കൊണ്ടുവരും. പടിയായിട്ട് ദൈവം ആ മക്കളെ ഉയർത്തിക്കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ഒത്തിരി വർഷം മുൻപാണ്, എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിലധികമായി എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ആ സമയത്ത് എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ 10 അല്ല 8 വർഷത്തോളമായിട്ടുണ്ട്. ആ കുട്ടി വന്ന് എന്നെ കാണാൻ വേണ്ടി അവളുടെ അമ്മയും അവളും കൂടി വരിക. അപ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ വന്ന്, ഈ സ്ത്രീ ഒരു സ്കൂളിലെ ടീച്ചറാണ്, ഒരു +2 സ്കൂളിലെ ടീച്ചറാണ് ഈ സ്ത്രീ. അപ്പോൾ ഈ മോളെയും കൊണ്ട് വന്നിരിക്കുകയാണ്. ഭർത്താവിൻ്റെ മദ്യപാനമാണ്, ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോന്നു. ഹൈന്ദവ സഹോദരിയാണ്, ക്രിസ്ത്യാനിയല്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വന്ന ഈ കുടുംബത്തിൽ ഞാൻ ഈ മകളെയാണ് ഞാൻ നോക്കിയത്. ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞിലേക്കാണ് എൻ്റെ മുഖം, എൻ്റെ ദൃഷ്ടി ചെന്ന് പതിച്ചത് ഉള്ളിലാണ്.
അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് ഞാൻ ഒരു കൊന്തയുള്ള കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ചൊല്ലണം. അപ്പോൾ ഇവൾ ഈ കൊന്ത, ഈ മാല ഞാൻ എന്ത് ചെയ്യാനാന്നുള്ള രീതിയിൽ ഒരു മാലയെന്ന് അവൾ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്നൊരു സഹോദരി പറഞ്ഞു കൊന്ത പഠിപ്പിച്ചു കൊടുത്തിട്ട് വിടാൻ പറഞ്ഞു. അവിടെ ഇരുത്തി പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു. എന്താണ് കൊന്ത, എങ്ങനെ ചൊല്ലണം, അത് ഉപയോഗിക്കേണ്ട വിധവും ആ പുസ്തകവും കൊടുത്തിട്ട് വിട്ടു. ഈ പെൺകുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടി ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ അന്ന് ഇവൾക്ക് കുറേ ദർശനങ്ങൾ അന്ന് കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹൈന്ദവ സഹോദരിയാണ്. ഒത്തിരി ദർശനങ്ങൾ. അപ്പോൾ ഇവളുടെ അച്ഛനെ പറ്റി ഇവൾ പിന്നീട് എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവൾ പറഞ്ഞാണ്, അമ്മ എനിക്ക് പറഞ്ഞു തന്നു, അങ്കിള് തന്ന ആ കൊന്ത. പിന്നീട് അവൾ പറയാം, അങ്കിള് തന്ന കൊന്ത ഞാൻ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ ഒരു ഭംഗിയുള്ളൊരു സ്ത്രീ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. ഒരു ഭംഗിയുള്ളൊരു ആൻറ്റി എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അപ്പൻ ഇനി മദ്യപിച്ച് വരുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം, എല്ലാം ഈ കുഞ്ഞിന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു കൊടുക്കുക. ഇവള് പറയാണ്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി അമ്മയും ഞാനും മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഈശോ എനിക്ക് കാണിച്ചു തന്നു. അന്ന് ആ കുട്ടി പറഞ്ഞു 2017 വെള്ളപ്പൊക്കം, ഈ കൊറോണ എല്ലാം അന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വലിയൊരു അസുഖം വരും അങ്ങളെ, കുറേ പേര് മരിക്കും. അങ്ങളിപ്പം നിൽക്കുന്ന ഈ പള്ളിയില്ലേ, ഇതൊക്കെ അടച്ചുപൂട്ടും. അന്ന് പറഞ്ഞ ആ കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഓൾട്ടറിൽ ഞാൻ കയറ്റി നിർത്തിയത്, ഒരു കസേര ഇട്ടിട്ട് അതിൻ്റെ മീതെ കയറ്റി നിർത്തിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയിപ്പിച്ചത്. ഈ കുട്ടി ഈശോനെ മഹത്വപ്പെടുത്തി സംസാരിച്ചത്. പിന്നീട് ഒത്തിരി കാര്യങ്ങൾ ഇവളെന്നെ ഫോണിൽ വിളിച്ചിട്ട് ഒത്തിരി കാര്യങ്ങൾ ഈ കുട്ടി സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവജനമേ, അവിടെ ആ കുട്ടിയുടെ കയ്യിൽ എന്താ ഉള്ളത്? പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത ആ കുട്ടിയുടെ കയ്യിൽ ജപമാലയാണ് ഈശോ കൊടുത്തത്. ചൊല്ലുന്ന ജപമാലയെ സാത്താന് പേടിയാണ്. വെഞ്ചരിച്ച ജപമാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവന് പേടിയില്ല. ആ ജപമാല ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്കുന്നുണ്ടോ, അതിനെ സാത്താൻ പേടിക്കും. സാത്താന് പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന ജപമാല, നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ജപമാല, കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ജപമാലയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലിരിക്കുന്ന ജപമാലയല്ല, ചൊല്ലുന്ന ജപമാല, പതിവായി ചൊല്ലുന്ന ജപമാല നിങ്ങൾ പ്രാർത്ഥിക്കാത്ത മക്കൾക്ക് നിങ്ങൾ കൊടുക്കുക. അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആ ജപമാലയിൽ അമ്മയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതൊരു എന്താ പറയുക, ആഭരണമല്ല, അത് ആയുധമാണ്, ചാട്ടയാണ് സാത്താനെതിരെയുള്ള. നിങ്ങൾ ചൊല്ലുന്നത് ഒരുവിധം നിങ്ങൾ ചൊല്ലി 1000 കൊന്തയൊക്കെ ചൊല്ലിയതാണെങ്കിൽ, 1000 ജപമാലയൊക്കെ ചൊല്ലിയതാണെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും അത് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാനുള്ള തടസ്സമുള്ള മക്കൾക്ക് അത് കൊടുത്തിട്ട് ജപമാലയെല്ലാം പറയുക. അവരുടെ കുടുംബത്തിൽ മാറ്റങ്ങൾ വരും. കാരണം പരിശുദ്ധ അമ്മ കടന്നു ചെല്ലും. ഈ കുടുംബത്തിന് ഈശോ ആരെന്നറിയില്ല, ആ കുടുംബത്തിന് പ്രാർത്ഥനകൾ അറിയത്തില്ല. പക്ഷേ അവരിന്നും ആ ഒരു വിശ്വാസത്തിൽ തന്നെ അവർ നിലനിൽക്കുക. അവർ മാമോദിസ മുങ്ങി കത്തോലിക്ക വിശ്വാസമൊന്നും അവർ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളതാണ് അവർ സ്വീകരിച്ച വിശ്വാസം. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ദൈവത്തെ ഏറ്റുപറയുന്നതിൻ്റെ പേരാണ് വിശ്വാസം. നമ്മളിൽ ഇല്ലാത്തതും ഇത് തന്നെയാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞ വ്യക്തി ഒരിക്കലും ഏറ്റുപറഞ്ഞിട്ടില്ല. ദൈവത്തെ അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്ത്യാനി ദൈവത്തെ അറിയുന്നത് കാര്യം കാണാനാണ്. കത്തോലിക്കൻ ദൈവത്തെ അറിയുന്നത് ഇനി ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ഇത് നടക്കുമെന്ന് അറിയണം. ഇതാണ് കത്തോലിക്കൻ്റെ പ്രാർത്ഥനാ രീതി. ഇത് ദൈവികമല്ല. ദൈവത്തെ നമ്മൾ കാണുന്ന തലം മാറിക്കൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിലും ദൈവത്തെ കാണുന്ന OET ദൈവമുണ്ട്. ഈ കാലഘട്ടത്തിൽ OET പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഫോം ചെയ്ത് OET ദൈവത്തിൻ്റെ കാലഘട്ടമാണിത്. നഴ്സിംഗ് ദൈവത്തിൻ്റെ കാലഘട്ടമാണിത്. നഴ്സിംഗ് ഫീൽഡിലേക്ക് ഒത്തിരി മക്കൾ വന്നിട്ട് ഇന്ന് അതിലാണ്. അപ്പോൾ ദൈവത്തെ കർത്താവ് ഈ നഴ്സിൻ്റെ വേഷത്തിൽ നിൽക്കുന്നതാണ്. വരുമ്പോൾ തന്നെ അറിയാം, ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻറ്റ് കടന്നു വരുമ്പോൾ ഈശോ ആ വേഷം ഇട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈശോയെ ഈ നഴ്സിംഗ് പാസ്സാക്കി എടുക്കുന്നത് വരെ കർത്താവിനെ ആ വേഷത്തിൽ ഉടുപ്പിച്ച് നിർത്തിയിരിക്കുക. കർത്താവ് നഴ്സായി മാറി, കർത്താവ് OET ആയി മാറി, കർത്താവിനെ IELTS പാസ്സാക്കാനായിട്ടുള്ള ഒരു യന്ത്രമാക്കി കർത്താവിനെ മാറ്റുക. ഇങ്ങനെ ദൈവത്തെ ഓരോ
പഠിക്കുന്ന വിഷയമനുസരിച്ച്, ജോലി അനുസരിച്ച് കർത്താവിന് ഓരോ പോസ്റ്റിങ് നമ്മൾ കൊടുക്കുക. ഇനി മുതൽ ഈശോ ഈ ഡെസിഗ്നേഷനിലാണ് അറിയപ്പെടുന്നത്. ഈശോയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തിട്ട് അവിടെ ഇരുത്തും. നീ എന്നെ പാസ്സാക്കി എടുക്കുന്നത് വരെ നീ നഴ്സായിട്ട് ഇവിടെ ഇരുന്നോ. ഇങ്ങനെ കർത്താവിനെ നമ്മൾ ദൈവത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്, വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു റാങ്ക് അനുസരിച്ചാണ് പ്രിയപ്പെട്ടവരെ തിരിച്ച് ചെല്ലുമ്പോൾ കർത്താവും നമ്മളെ അതുപോലെ പറയും, നീ അവിടെ ഇരുന്ന് ഇപ്പം ഇങ്ങോട്ട് കയറണ്ട. ഇത് തന്നെ തമ്പുരാൻ നമ്മളോടും തിരിച്ചു പറയും. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന പൊസിഷൻ നമ്മുടെ ജീവിതത്തിൽ, അവൻ എന്നെ സൃഷ്ടിച്ചു പരിപാലിച്ചു എന്നെ വഴി നടത്തുന്ന ഏക സത്യ ദൈവം, ഞാൻ ആരാധന സമർപ്പിക്കേണ്ട ദൈവം, അതാണ് ദൈവം. ഞാൻ ആരാധനകൾ സമർപ്പിക്കാൻ എനിക്ക് സ്വർഗം തന്ന ത്രിയേക ദൈവത്തിന് ഞാൻ ആരാധന സമർപ്പിച്ച്, ദൈവമേ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ പൂർണ്ണമായും നിൻ്റേതാണ്. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ സ്വർഗം നമുക്ക് അധികാരവും അവകാശവും തന്നു. ദൈവമക്കളാകാനുള്ള അവകാശം ലഭിച്ചിട്ടും ദൈവമക്കളൊന്നും ആകണ്ട എനിക്ക്, പകരം നീ എനിക്ക് കാര്യം സാധിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങളനുസരിച്ച് കർത്താവിൻ്റെ കൈയും കാലും ഒക്കെ വെട്ടിമുറിച്ച് മാറ്റി നമ്മളിങ്ങനെ ഇരുത്തിയിരിക്കുന്ന ഒരു ദൈവിക സങ്കല്പങ്ങളാണ് ഇന്ന് ക്രിസ്ത്യാനിറ്റിയിലുള്ളത്. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ വീണ്ടും വീണ്ടും ധ്യാനം കൂടേണ്ട ഗതികേടിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ദൈവത്തെ അറിഞ്ഞ വ്യക്തി ഒരിക്കലും ദൈവത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും അങ്ങനെ അറിഞ്ഞവരെല്ലാം അൾത്താര വരക്കണത്തിന് യോഗ്യരായിട്ടുള്ള വിശുദ്ധരായിട്ട് അൾത്താരയിൽ ഇരിപ്പുണ്ട്. ദൈവത്തെ യഥാർത്ഥത്തിൽ അറിഞ്ഞവർ, ബാക്കിയുള്ളവരൊന്നും ദൈവത്തെ യഥാർത്ഥത്തിൽ അറിഞ്ഞിട്ടില്ല. കാര്യം കാണാൻ ദൈവത്തെ കണ്ടവരാ. ദൈവമേ എന്നെ നീ കാത്തുകൊള്ളണേ, ദൈവം എന്നെ കാക്കുന്ന ആളാണ്. ദൈവമേ എനിക്കിത് പാസ്സാക്കി തരണേ, ദൈവം എനിക്ക് വിജയം തരുന്ന ദൈവമാണ്. ദൈവമേ എൻ്റെ രോഗം സുഖപ്പെടുത്തണേ, കർത്താവിനെ ഞാൻ ഡോക്ടറാക്കി. ദൈവമേ എൻ്റെ ഈ പഠിക്കാൻ എനിക്ക് പറ്റുന്നില്ല, നീ എനിക്കൊന്ന് പറഞ്ഞു തരണേ. കോപ്പി അടിക്കാൻ ഈശോ പഠിപ്പിച്ചു കൊടുക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, നിൻ്റെ ബുദ്ധി നിൻ്റെ കഴിവ് എവിടെയാണ്? ഒരു കാര്യം നിനക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവിൻ്റെ ഹെൽപ്പ് ചോദിക്കരുത്. 15,000 രൂപ സാലറിയുള്ളൊരു വ്യക്തിക്ക് 50,000 രൂപയുടെ ആവശ്യം വന്നു. ഇതൊരിക്കലും ഒരു നിയോഗമല്ല. ഒരു പേഴ്സണൽ ലോൺ എടുത്താൽ ഈ 50,000 നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും ഈ 50,000 രൂപയ്ക്ക് വേണ്ടി 15,000 രൂപ സാലറി ഉള്ളവൻ ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. അവിടെ അതിനെ വിളിക്കും. നമ്മൾ എന്നിട്ട് പറയും ഇൻറ്റൻഷനാണ്, എൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഒരിക്കലും നിയോഗമല്ല. ഈ 15,000 രൂപ സാലറി ഉള്ള ഒരു വ്യക്തിക്ക് 50 ലക്ഷം രൂപ ആവശ്യം വന്നു. ഇത് നിയോഗമാണ്. 15,000 രൂപ കൊണ്ട് 50 ലക്ഷം കിട്ടില്ല. ഇതിനെ വിളിക്കുന്ന പേരാണ് നിയോഗം. നെഞ്ചു പൊട്ടി കരഞ്ഞു ചോദിക്കുന്നത് മാത്രമേ നിയോഗമുള്ളൂ, അല്ലാത്തതൊന്നും നിയോഗങ്ങളല്ല. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ കർത്താവേ ഞാൻ ഈ റോഡിലൂടെ നടന്നു പോവുകയാണ്, അപകടങ്ങളൊന്നും വരാതെ എന്നെ കാക്കണേ, ഇത് നിയോഗമല്ല. നിനക്ക് കണ്ണിന് കാഴ്ചയുണ്ട്, തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, പുറകിൽ നിന്ന് വണ്ടി വരുന്ന സ്വരം നിനക്ക് കേൾക്കാം, നീ മാറിയാൽ മതി. അവിടെ ദൈവത്തിൻ്റെ ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. ഇവിടെയും ദൈവത്തെ വലിച്ചെടുക്കുക. ഇങ്ങനെ ഏറ്റവും നമ്മളിൽ ചെയ്യാനുള്ളതെല്ലാം ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊന്നും ദൈവികതയല്ല. ഇവിടെയൊന്നും ദൈവമല്ല, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ തന്നെ, നമ്മളുടെ കാവൽ മാലാഖ തന്നെ നമ്മളെ കാക്കുന്നുണ്ട്. ഇവിടെയൊന്നും പ്രാർത്ഥനയല്ല. ഇതെല്ലാം പ്രാർത്ഥിച്ചിട്ട് പറയും ഞാൻ ഭയങ്കര പ്രേയർഫുള്ളാന്ന് പറയും. ഇങ്ങനെയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുന്നവരല്ല. ഇതെല്ലാം